അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. എല്ലാവരും എഴുതിയ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റിൽ ഫീനോള് അതുപോലെ ആൽക്കഹോള് അസിഡിക് ക്യാരക്ടർ കാണിക്കാറുണ്ട്. അപ്പോൾ എന്താണ് എക്സാമ്പിൾസ് ടു ഷോ ദാറ്റ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആർ അസിഡിക്. ഓക്കെ, എക്സാമ്പിൾസ് ടു ഷോ ദാറ്റ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആർ അസിഡിക്. ഓക്കെ, എഴുതിയില്ലേ? എക്സാമ്പിൾസ് ടു ഷോ ദാറ്റ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആർ അസിഡിക്. ഒരു എക്സാമ്പിൾ നോക്കുക. CH3 CH2OH എത്തനോളല്ലേ? ഇത് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോഡിയം അസിഡിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2OHലത്തെ ആ OH ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് O-H+ ആവണം. ആ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ O- H+ ആവും. എന്നിട്ട് Na എന്തായി മാറും? Na+ ആവും. എന്നിട്ട് CH3 CH2ONA കിട്ടും. പിന്നെ എന്ത് ½ കിട്ടും. ആ H+ ഇലക്ട്രോണും കൂടെ സോഡിയം Na+ ആകുമ്പോൾ ഇലക്ട്രോൺ ഉണ്ടാവില്ലേ? ആ Na+ ആകുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോണും H+ കൂടെ ചേർത്തിട്ട് ½ ആവും. ക്ലിയർ ആയോ? ഇത് കാണിക്കുന്നത് ആൽക്കഹോൾ അസിഡിക് ആണെന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ആൽക്കഹോൾ അസിഡിക് ആണെന്നതിന് തെളിവാണിത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നോക്കിയേ, CH3 പിന്നെ എന്താണ് CH2OH പ്ലസ് അലൂമിനിയം എന്നിരിക്കാം. അലൂമിനിയം Al3+ ആവും. അപ്പോൾ 3 H+ വേണം. അപ്പോൾ 3 CH3 എഴുതാം. റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? CH3 CH2O ത്രൈസ് Al പ്ലസ് 3/2 H2 കിട്ടും. മനസ്സിലായോ? അലൂമിനിയം ഇത്തോക്സൈഡ്, ഇതിൻ്റെ പേര് അലൂമിനിയം ഇത്തോക്സൈഡ്. ഇനി ഫീനോള്, ബെൻസീൻ റിംഗ് OH അല്ലേ ഫീനോൾ അസിഡിക് ആണെന്ന് എങ്ങനെയാണ് കാണിക്കുക? ഫീനോൾ അസിഡിക് ആണ് കാണിക്കാൻ വേണ്ടി സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ബെൻസീൻ റിംഗ് ONA. ഇതിനെ സോഡിയം ഇത്തോക്സൈഡ് എന്ന് വിളിക്കും. സോഡിയം ഇത്തോക്സൈഡ്. ബെൻസീൻ റിംഗ് ONA സോഡിയം ഇത്തോക്സൈഡ് വിളിക്കും. പ്ലസ് ½ H2. ക്ലിയർ ആയില്ലേ? ഇത് ഫീനോൾ അസിഡിക് ആണെന്ന് കാണിക്കുന്ന ഇക്വേഷനാണ്. പക്ഷേ ആൽക്കഹോൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യില്ല. പക്ഷേ ഫീനോൾ എന്താണ് കുറച്ചുകൂടി അസിഡിക് ആയതുകൊണ്ട് അത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. ഫീനോൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ എഗെയിൻ എന്ത് കിട്ടും? ബെൻസീൻ റിംഗ് OH പ്ലസ് NaOH ഗീവ്സ് ബെൻസീൻ റിംഗ് ONA പ്ലസ് വാട്ടർ കിട്ടിയോ? സോഡിയം ഫിനോക്സൈഡ്, സോഡിയം ഇത്തോക്സൈഡ് അല്ല, നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. സോഡിയം ഫിനോക്സൈഡാണ്, തെറ്റിപ്പോയി. സോഡിയം ഫിനോക്സൈഡ്. ഇവിടെയും സോഡിയം ഫിനോക്സൈഡ് കിട്ടും. സോഡിയം ഫിനോക്സൈഡ് PHNOXide. ഓക്കെ, സോഡിയം ഫിനോക്സൈഡ്. ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് കിട്ടിയില്ലേ? ഫീനോൾ അസിഡിക് ആണെന്ന് തെളിയിക്കുന്നത് ഫീനോൾ, അതുപോലെ ഏത് ആൽക്കഹോൾ അസിഡിക് ആണ്. ആൽക്കഹോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യില്ല, സോഡിയമായി റിയാക്ട് ചെയ്യും. പക്ഷേ ഫീനോൾ ഏതുമായി റിയാക്ട് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും റിയാക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് ആൽക്കഹോൾ അസിഡിക് ആവുന്നത് അറിയണം. ആൽക്കഹോൾ അസിഡിക് ആവാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ ഹെഡിങ് ആയിരിക്കും. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ അസിഡിക് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കി, ROH ആൽക്കഹോൾ ഇത് അസിഡിക് ആവാനുള്ള കാരണം നോക്കുക. ഓക്സിജൻ Δ- ഹൈഡ്രജനോ Δ+. അപ്പോൾ പോളാർ അല്ലേ? ആ പോളാർ ആയതുകൊണ്ടല്ലേ H+ ആയി മാറാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ ഈസ് ഡ്യൂ ടു പൊളാരിറ്റി ഓഫ് OH ബോണ്ട്. എഴുതി എല്ലാവരും. ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ ഈസ് ഡ്യൂ ടു പൊളാരിറ്റി ഓഫ് OH ബോണ്ട്. ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ ഈസ് ഡ്യൂ ടു പൊളാരിറ്റി ഓഫ് OH ബോണ്ട്. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കഹോൾ ഈസ് ഡ്യൂ ടു പൊളാരിറ്റി ഓഫ് ഏത് OH ബോണ്ട്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ R ഗ്രൂപ്പ് ഇലക്ട്രോൺ കൊടുക്കുന്ന ഗ്രൂപ്പല്ലേ. അപ്പോൾ ആൽക്കഹോൾ അസിഡിക് ആണെങ്കിൽ RO- H+ ആയിട്ടല്ലേ മാറേണ്ടത്. ഈ ആൽക്കോക്സൈഡ് അയോണിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്നല്ലേ പറയൽ. ആ കോഞ്ചുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി കുറയും തോറും മാസ് സ്ട്രെങ്ത് കുറയും. അതായത് കോഞ്ചുഗേറ്റ് ബേസ് പിന്നെ എന്താണ്? RO- ആണ്. RO- ആയി തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ വേഗം H+ ആവുന്ന അർത്ഥം.
ആർ ഒ മൈനസ് ആയി നിൽക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് പിന്നെ ആ എച്ച് പ്ലസുമായി കമ്പയർ ചെയ്തതിന് നിൽക്കണം എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസിനെ വിട്ടു കൊടുക്കില്ല. അപ്പോൾ ആർ ഒ മൈനസിൻ്റെ സ്റ്റെബിലിറ്റിയാണ്, ആൽക്കോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ആൽക്കഹോളിൻ്റെ ആസിഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക. മനസ്സിലായോ? നമുക്കറിയാം കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ആർ ഒ മൈനസ് അല്ലുള്ളത്. ആർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുന്ന പ്ലസ് ഐ ഇഫക്റ്റുള്ള ഗ്രൂപ്പാണ് ആർ. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുന്ന ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ഒ മൈനസ് ഓൾറെഡി ഇല്ലേ, വീണ്ടും ഇലക്ട്രോൺ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് അൺസ്റ്റേബിൾ ആവും. മനസ്സിലായോ? പ്ലസ് ഐ ഇഫക്റ്റ് ആൽക്കോക്സൈഡ് അയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ത് ഇൻക്രീസ് ഇൻ പ്ലസ് ഐ ഇഫക്റ്റ് എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കോക്സൈഡ് അയോൺ ഡിക്രീസസ്. സ്റ്റെബിലിറ്റി ഓഫ് ദി കോഞ്ചുഗേറ്റ് ബേസ് ആൽക്കോക്സൈഡ് അയോൺ ഡിക്രീസസ്. ഹെൻസ് ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. അല്ലേ? എഴുതിക്കോ. വിത്ത് ഇൻക്രീസ് ഇൻ പ്ലസ് ഐ ഇഫക്റ്റ്, വിത്ത് ഇൻക്രീസ് ഇൻ പ്ലസ് ഐ ഇഫക്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കോക്സൈഡ് അയോൺ ഡിക്രീസസ്. With increase in plus I effect, stability of alkoxide ion decreases. Stability of alkoxide ion decreases. Hence acid strength decreases. Hence acid strength decreases. അതായത് ഇപ്പോൾ മെത്തനോളും താരതമ്യം ചെയ്യുമ്പോൾ മെത്തനോൾ ഏതിനേക്കാൾ കൂടുതൽ അസിഡിക്കാണ്? എത്തനോളിനേക്കാൾ. കാരണം അറിയില്ലേ, മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഏതിനേക്കാൾ കൂടുതലാണ്? ഈഥൈൽ ഗ്രൂപ്പിനേക്കാൾ കൂടുതലാണ്. അതുപോലെ എത്തനോൾ ഏതിനേക്കാൾ കൂടുതൽ അസിഡിക്കാണ്? പ്രൊപ്പനോളിനേക്കാൾ. അങ്ങനെ പോകും. മനസ്സിലായോ? C2 വായിച്ചു. ക്ലിയർ ആയോ? പ്രൊപ്പനോളിനേക്കാൾ. ഇനി നമുക്കറിയാം പ്രൈമറി ആൽക്കഹോളുണ്ട്, സെക്കൻഡറി ആൽക്കഹോളുണ്ട്, ടേഴ്ഷ്യറി ആൽക്കഹോളുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കിയേ, പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം CH3CH2CH2OH, ഇത് പ്രൈമറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോൾ C3CHOH ടേഴ്ഷ്യറി ആൽക്കഹോൾ C3COH പിന്നെയോ C3. ഇപ്പോൾ നോ ഡൗട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടും, അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് കുറയും. അപ്പോൾ പ്രൈമറി ആൽക്കഹോളാണ് കൂടുതൽ അസിഡിക്ക് ഏതിനേക്കാൾ? സെക്കൻഡറി ആൽക്കഹോളിനേക്കാൾ. സെക്കൻഡറി ആൽക്കഹോൾ ഏതിനേക്കാൾ കൂടുതൽ അസിഡിക്കാണ്? ടേഴ്ഷ്യറി ആൽക്കഹോളിനേക്കാൾ. ഓക്കെ, മനസ്സിലായില്ലേ? പ്രൈമറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ ടേഴ്ഷ്യറി ആൽക്കഹോൾ. ക്ലിയർ ആയല്ലോ? അതിന് കാരണം പറയേണ്ടത് എന്താണ്? പൊളാരിറ്റി ഓഫ് OH ബോണ്ട് കുറയും. പൊളാരിറ്റി ഓഫ് OH ബോണ്ട് ഡിക്രീസ് ചെയ്യും. കേട്ടോ അല്ലേ? അപ്പോൾ ആൽക്കഹോൾ പ്രൈമറി ടു ടേഴ്ഷ്യറി പോകും തോറും പൊളാരിറ്റി ഓഫ് OH ബോണ്ട് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അടുത്തത് ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ. ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ ഹെഡിങ് എഴുതിയേ. ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ. ഓക്കെ, നോക്കാം എല്ലാവരും. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഫീനോൾ ബെൻസീൻ റിംഗ് OH അല്ലേ ഫീനോൾ. ഫീനോൾ അസിഡിക് ആണെങ്കിൽ ആ ഫീനോൾ എക്വസ് എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലേ, എക്വസ് മീഡിയത്തിൽ എന്ത് സംഭവിക്കും? ഈ ഫീനോളിലെ H+ വാട്ടറുമായി കമ്പയർ H3O+ ആവും. ബെൻസീൻ റിംഗ് O- ഫിനോക്സൈഡ് അയോണും പ്ലസ് H3O+ ആവും. ക്ലിയർ? ഇതാണ് ഫീനോൾ അസിഡിക് ആണെങ്കിൽ ഈ റിയാക്ഷനല്ലേ നടക്കുക. അപ്പോൾ നമുക്കറിയാം ആസിഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് Ka വാല്യൂ ആണ്. Ka എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്. അത് കോൺസെൻട്രേഷൻ ഓഫ് ഫിനോക്സൈഡ് അയോൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ ബൈ എന്തായിരിക്കും? Ka. ഈക്വേഷൻ പ്രകാരം Ka = കോൺസെൻട്രേഷൻ ഓഫ് ഫിനോക്സൈഡ് അയോൺ ബെൻസീൻ റിംഗ് O- ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഏത്? ഫീനോൾ. ഇതാണ് ഏത്? Ka വാല്യൂ. Ka വാല്യൂ കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. അങ്ങനല്ലേ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടില്ലേ? Ka വാല്യൂ കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത് കൂടും. അപ്പോൾ Ka വാല്യൂ കൂടണമെങ്കിൽ ഫിനോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടണം. അതേസമയത്ത് ഫീനോൾ ആ കണ്ടീഷനിൽ പിന്നെ അത്ര സ്റ്റേബിൾ ആവാൻ പാടില്ല. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതിക്കോ. ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഫീനോൾ ഈസ് ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ്. ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഫീനോൾ ഈസ് ഡ്യൂ ടു, ആദ്യം ഇക്വേഷൻ എഴുതണേ, ഞാൻ ബോർഡിൽ എഴുതി ഇക്വേഷൻ എഴുതണം. അതിനുശേഷം ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഫീനോൾ ഈസ് ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ്. ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഫീനോൾ ഈസ് ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ്. ഇതില്ലേ, ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഫീനോൾ ഈസ് ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഫിനോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ്, ആ കോഞ്ചുഗേറ്റ് ബേസ്. അപ്പോൾ ഫിനോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്താണ്? ബെൻസീൻ റിംഗ് സിംഗിൾ ബോണ്ട് O- അല്ലേ ഫിനോക്സൈഡ് അയോൺ. O- എന്ന് പറയുമ്പോൾ 3 ലോൺ പെയർ ഉണ്ടാവും. അപ്പോൾ ഈ ലോൺ പെയർ നേരെ ഇവിടത്തേക്ക് വന്ന് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക സ്ട്രക്ചർ? പറഞ്ഞേ, എന്താ സ്ട്രക്ചർ കിട്ടുക? യെസ്, ബെൻസീൻ റിംഗ് ഇവിടെ ഡബിൾ ബോണ്ട് O ആവും,
ഇവിടെ മൈനസ് ആവും, പിന്നെയോ ഡബിൾ ബോണ്ട് കിട്ടില്ലേ? ഇനി ഇത് വീണ്ടും ഇത് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്ട്രക്ചർ കിട്ടുക? യെസ്, ബെൻസീൻ റിങ്, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട് മൈനസ് ഡബിൾ ബോണ്ട് കാണുന്നുണ്ടല്ലോ. വീണ്ടും ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എന്താ കിട്ടുക? പറയൂ. യെസ്, ഇവിടെ ഡബിൾ ബോണ്ടോ, പിന്നെ ഇവിടെ മൈനസ്, പിന്നെ ഡബിൾ ബോണ്ട് കിട്ടിയില്ലേ? വീണ്ടും ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനിലേക്ക് തന്നെ മൈനസ് ചാർജ് വരും അല്ലേ? അപ്പോൾ എന്താ കിട്ടുക? ഓ മൈനസ് ആവും, ഡബിൾ ബോണ്ട് ആൾട്ടർനേറ്റിൻ്റെ പൊസിഷൻ മാറും. ഓക്കെ, അപ്പോൾ ഈ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കൊണ്ടാണ് ഫിനോക്സൈഡ് അയോൺ സ്റ്റേബിൾ ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റീസൺ ഇതാ പറയേണ്ടത്. എന്തുകൊണ്ടാണ് ദി അസിഡിക് ക്യാരക്ടർ ഓഫ് ഫിനോൾ ഈസ് ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനോക്സൈഡ് അയോൺ സ്റ്റെബിലൈസ്ഡ് ബൈ ഏത്? ദി കോഞ്ചുഗേറ്റ് ബേസ് ഫിനോക്സൈഡ് അയോൺ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് അല്ലേ? ഒന്ന് ദി കോഞ്ചുഗേറ്റ് ബേസ് ഫിനോക്സൈഡ് അയോൺ stabilized by resonance. The conjugate base phenoxide ion stabilized by resonance. എന്നിട്ട് ആ ഇക്വേഷൻ ആ റെസൊണൻസ് സ്ട്രക്ചർ ഒന്ന് വരച്ചേ. രണ്ടാമത്തത് ശ്രദ്ധിക്കുക, ഫിനോക്സൈഡ് അയോൺ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് പറഞ്ഞില്ലേ? രണ്ടാമത്തത് എന്താ കാരണം വെച്ചാൽ ഫിനോളിൽ ബെൻസീൻ റിങ്ങിനോട് ഡയറക്റ്റ് ആയിട്ടില്ലേ OH ഗ്രൂപ്പുകൾ കണക്ട് ചെയ്തിട്ടില്ല. ഫിനോളിൽ ബെൻസീൻ റിങ്ങിനോട് ഡയറക്റ്റ് ആയിട്ടില്ലേ OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പിന്നെ യെസ്, ഇവിടെ ഈ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ശരിയല്ലേ? ലോൺ പെയർ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫിനൈൽ ഗ്രൂപ്പിന് ശരിക്കും മൈനസ് ഐ ഇഫക്റ്റാണ്. അപ്പോൾ മൈനസ് ഐ ഇഫക്റ്റ് ആകുമ്പോൾ ഈ ഫിനൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ആ മൈനസ് ഐ ഇഫക്റ്റ് കൊണ്ട് ഓക്സിജൻ്റെ ഇലക്ട്രോണിനെ ഈ കാർബൺ ഇങ്ങോട്ട് വലിക്കാം. മനസ്സിലായല്ലോ? അതും ഒരു കാരണമാവാം. അതിനേക്കാൾ നല്ല റീസൺ, രണ്ടാമത്തെ റീസണായി നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഈ ഫിനോളിൽ ഓക്സിജൻ ലോൺ പെയർ അല്ലേ, ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? ബെൻസീൻ റിങ് ഡബിൾ ബോണ്ട് OH പ്ലസ് പിന്നെയോ മൈനസ്. കണ്ടില്ലേ നിങ്ങൾ? ഇതാ നല്ലത്. മൈനസ് ഐ ഇഫക്റ്റ് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇതാ. ഇനി ഇത് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ ഡബിൾ ബോണ്ട് OH പ്ലസ് ആവും, ഇത് ഡബിൾ ബോണ്ട്, ഇത് മൈനസ്, ഇത് ഡബിൾ ബോണ്ട്. കണ്ടില്ലേ? ഇനി ഇത് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താ സ്ട്രക്ചർ കിട്ടുക? ഡബിൾ ബോണ്ട് OH പ്ലസ്, ഇത് ഡബിൾ ബോണ്ട്, ഇവിടെ മൈനസ്. കണ്ടില്ലേ? ഇനി ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇതുകൊണ്ട് പോകും. ആയില്ലേ? അപ്പോൾ സിംഗിൾ ബോണ്ട് OH ആവും. വരക്കത് മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ ഇതിൽ പറയാം. ഒന്ന്, ഫിനോളിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ കണ്ടില്ലേ? ഫിനോളിൻ്റെ സ്ട്രക്ചറിൽ കണ്ടോ? ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും കണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചാർജ് സെപ്പറേഷനുള്ള സ്ട്രക്ചർ എന്ന് പറയും. എന്താ പറയുക? ചാർജ് സെപ്പറേഷനുള്ള സ്ട്രക്ചർ. ഫിനോക്സൈഡ് ആയതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? മൈനസ് ചാർജ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പ്ലസ് ചാർജ് കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫിനോളിൻ്റെ സ്ട്രക്ചറിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഫിനോൾ ആ കണ്ടീഷനിൽ ഫിനോക്സൈഡ് അയോണിനേക്കാൾ ലെസ് സ്റ്റേബിളാണ്. മനസ്സിലായോ? ഫിനോക്സൈഡ് അയോണിനേക്കാൾ ലെസ് സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ അത് ഫിനോക്സൈഡ് അയോണായി മാറാൻ നിൽക്കും. അക്വസ് സൊല്യൂഷൻ എന്തായി മാറാൻ നിൽക്കും? ഫിനോക്സൈഡ് അയോണായി മാറാൻ നിൽക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഫിനോൾ അസിഡിക് ആവാൻ രണ്ടാമത്തെ റീസൺ? സെക്കൻഡ് റീസൺ എത്തിക്കോ. ഫിനോൾ ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. ഇത് സെക്കൻഡ് റീസൺ. ഫിനോൾ ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. എഴുതിയോ? ഫിനോൾ ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. എന്നിട്ട് ആ സ്ട്രക്ചർ വരക്കുക. OH നേരത്തെ വരക്കാൻ ഞാൻ പറഞ്ഞത്, OH ഈ ലോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുക, പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഡബിൾ ബോണ്ട് OH പ്ലസ് ഇവിടെ മൈനസ്, പിന്നെ ആ
മൈനസ് ചാർജ് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ ഡബിൾ ബോണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെ. വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ മൈനസായി, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ മൈനസായി, ആ മൈനസ് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അത് കിട്ടി. ക്ലിയർ ആയില്ലേ? ഓക്കെ. ആ, ഡ്യൂ ടു ചാർജ് സെപ്പറേഷൻ phenol is less stable than phenoxide ion. Due to charge separation, phenol is less stable than phenoxide ion. Due to charge separation, phenol is less stable than phenoxide ion. Aile. Phenol is less stable than phenoxide ion. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. ഫിനോളിൽ ഫിനൈൽ ഗ്രൂപ്പ് അല്ലേ, അത് മൈനസ് ഐ ഇഫക്റ്റുള്ള ഗ്രൂപ്പാണ്. മൈനസ് ഐ ഇഫക്റ്റുള്ള ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ കൊണ്ട് വലിക്കുമ്പോൾ ഓക്സിജനിൽ പ്ലസ് ചാർജ് കൂടും, ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് കൂടുമ്പം അത് ഏതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും? ഫിനോളിലത്തെ ഓക്സിജൻ്റെ കൂടെയുള്ള എച്ചിനെ എച്ച് പ്ലസ് ആക്കുന്ന ആ പ്രവണത കൂട്ടും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ദി മൈനസ് ഐ ഇഫക്റ്റ് ഓഫ് ഫിനൈൽ ഗ്രൂപ്പ് ഡിക്രീസസ് ദി ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ഓക്സിജൻ ആൻഡ് ഇത് decreases the electron density on oxygen and decreases the polarity of OH bond. അത് മതിക്കോ. The minus I effect of decreases the polarity of OH bond അല്ല, increases. Okay, minus I effect of phenyl group, മൂന്നാമത്തെ റീസൺ ആയിട്ട് വേണമെങ്കിൽ എഴുതിക്കോ. minus I effect of phenyl group decreases the electron density on oxygen and increases the polarity of OH bond. Decreases the electron density on oxygen and increases the polarity of OH bond. Okay, decreases the electron density on oxygen and increases the polarity of OH bond. ഇനി നമുക്ക് ഫീനോളിൻ്റെ എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ നൽകുക. അത്ര ഡീറ്റെയിൽ ആയി പഠിക്കാനില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിക്കോ എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ. എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ എഴുതിയോ? എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ എഴുതിയില്ലേ? എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ. അതിൽ നമുക്കറിയാം ഫിനോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത് കൂടും. ഫിനോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത് കൂടും. ഫിനോക്സൈഡ് അയോണിൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ O മൈനസ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പ് കണക്ട് ചെയ്തെങ്കിലോ, ഞാനിവിടെ ഒരു NO2 ഗ്രൂപ്പ് വരക്കാം. N ഡബിൾ ബോണ്ടോ മൈനസ് പ്ലസ്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ NO2 ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡീആക്ടിവേഷൻ എഫക്റ്റ് കൂടുതലുണ്ടാവുന്നത് പാരാ പൊസിഷനിലാണ്, പിന്നെ ഓർത്തോ പൊസിഷനിലാണ്, ഏറ്റവും കുറവ് മെറ്റാ പൊസിഷനിലാണ്. ഓർമ്മയുണ്ടോ? അപ്പോൾ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ വരുമ്പോൾ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. കാരണം എന്താ? ഈ O മൈനസ് ഉണ്ടോ, നിങ്ങൾ ഇത്രയും ഓർമ്മിച്ചാൽ മതി. ഇതിൻ്റെ മുഴുവൻ റെസൊണൻസ് ഒന്നും വേണ്ട. ഈ ലോൺ പെയർ നേരെ ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്തു. അവസാനം മൈനസ് ചാർജ് എവിടെ എത്തി? ഓക്സിജനിൽ തന്നെ എത്തി. ഈ ഫിനോക്സൈഡ് ആണെങ്കിൽ ഇത് ഷിഫ്റ്റ് ചെയ്ത് ഇവിടത്തേക്ക് വെച്ചാൽ മൈനസ് ചാർജ് കാർബണിലേക്കല്ലേ, ഇത് ഓക്സിജനിലേക്കല്ലേ എത്തിയില്ലേ? ഏതിൽ മൈനസ് ചാർജ് ഉള്ളതാണ് സ്റ്റേബിൾ? ഓക്സിജനിൽ മൈനസ് ഉള്ളതാണോ സ്റ്റേബിൾ? കാർബണിൽ മൈനസ് ഉള്ളതാണോ ഓക്സിജൻ? കാരണം ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ വന്നാൽ ആ സ്ട്രെങ്ത് കൂടും. അതേ സമയത്ത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നതെങ്കിലോ? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നതെങ്കിൽ നോക്കുക, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ് ഏതാണോ O മൈനസ് ഒരു മീതേൽ എഴുതാം. മീതേൽ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റിംഗ് ആണ്. മീതേൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ മീതേൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പോൾ ഇത് ഇലക്ട്രോൺ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഈ മൈനസ് ചാർജ് എന്ത് ഇവിടെ? ഈ മൈനസ് ചാർജ് റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യാനല്ലേ പോകുന്നത്. അപ്പോൾ ഓൾറെഡി മൈനസ് ചാർജ് ഉണ്ട്, വീണ്ടും ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ മൈനസ് ചാർജ് കൂടുമോ കുറയോ? മൈനസ് ചാർജ് കൂടും. പക്ഷേ അതായത് ഇത് ഇലക്ട്രോൺ വലിക്കുമ്പോഴോ ഈ മൈനസ് ചാർജ് എന്ത് ചെയ്യും? കുറയും. മൈനസ് ചാർജ് കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. എന്തായാലും മൈനസ് ചാർജ് വന്നാൽ അൺസ്റ്റേബിളാണ്, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പറയുന്നത് വെച്ചാൽ നെഗറ്റീവ് ചാർജിന് കുറക്കണമെങ്കിൽ ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പ് വേണം. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുന്ന ഗ്രൂപ്പ് ആണെങ്കിലോ ആസിഡ് സ്ട്രെങ്ത് കുറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാരാനൈട്രോഫീനോൾ ആണോ കൂടുതൽ അസിഡിക്? പാരാനൈട്രോഫീനോൾ മോർ അസിഡിക് ദാൻ ഫീനോൾ അല്ലേ? എഴുതി എല്ലാവരും. പാരാനൈട്രോഫീനോൾ മോർ അസിഡിക് ദാൻ ഫീനോൾ. പാരാനൈട്രോ മാത്രമല്ല, എല്ലാ നൈട്രോഫീനോളും കൂടുതൽ അസിഡിക്കാണ് ഫീനോളിനേക്കാൾ. അപ്പോൾ പാരാനൈട്രോഫീനോൾ മോർ അസിഡിക് ദാൻ ഫീനോൾ. പാരാനൈട്രോഫീനോൾ മോർ അസിഡിക് ദാൻ ഫീനോൾ.
അതിന് കാരണം നിങ്ങൾ എന്താ പറയേണ്ടത്? എന്താണ്? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് NO2 സ്റ്റെബിലൈസ് ദി ഫിനോക്സൈഡ് അയോൺ. ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് NO2 സ്റ്റെബിലൈസ് ദി ഫിനോക്സൈഡ് അയോൺ. റീസൺ ആണ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ്, ദിസ് ഈസ് ബിക്കോസ് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് NO2 സ്റ്റെബിലൈസ് ദി ഫിനോക്സൈഡ് അയോൺ. സ്റ്റെബിലൈസ് ദി ഫിനോക്സൈഡ് അയോൺ. ആയില്ലേ? ഇനി അതേസമയത്ത് ഇത് മീഥൈൽ ഫീനോൾ ആയില്ലേ? പാരാമീഥൈലോ ഓർത്തോമീഥൈലോ മെറ്റാമീഥൈലോ ഏതായാലും ശരി, മീഥൈൽ ഫീനോൾ ശരിയല്ലേ? അപ്പോൾ പാരാമീഥൈൽ ഫീനോൾ ലെസ് അസിഡിക് ദാൻ ഫീനോൾ. എടുത്ത് എഴുതി എല്ലാവരും. പാരാമീഥൈൽ ഫീനോൾ ലെസ് അസിഡിക് ദാൻ ഫീനോൾ. പാരാമീഥൈൽ ഫീനോൾ ലെസ് അസിഡിക് ദാൻ ഫീനോൾ. എഴുതിയോ? പാരാമീഥൈൽ ഫീനോൾ ലെസ് അസിഡിക് ദാൻ ഫീനോൾ. ദിസ് ബിക്കോസ് the activating effect of methyl group decreases the stability of phenoxide ion. Activating effect of methyl group decreases the stability of phenoxide ion. ഇത് രണ്ടൊന്ന് വരക്കുക കേട്ടോ. ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് മീഥൈൽ ഗ്രൂപ്പ് ഡിക്രീസ്, ഈ അങ്ങോട്ടാണ് ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് മീഥൈൽ ഗ്രൂപ്പ് ഡിക്രീസസ് ദി സ്റ്റെബിലിറ്റി ഓഫ് ഫിനോക്സൈഡ് അയോൺ. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ പറയേണ്ടത് ഓർത്തോ നൈട്രോഫീനോൾ ഉണ്ട്, മെറ്റാ നൈട്രോഫീനോൾ ഉണ്ട്, പാരാ നൈട്രോഫീനോൾ ഉണ്ട്. എവിടെ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുതൽ? NO2 ഗ്രൂപ്പിൻ്റെ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുതൽ എവിടെയാണ്? എവിടെയാണ് കൂടുതൽ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതിൽ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനോ അറൈൽ ഹാലൈനിൽ പഠിച്ചിട്ടുണ്ട്. പറയും എവിടെയാണ് NO2 ഗ്രൂപ്പിൻ്റെ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുതൽ? പാരാ. രണ്ടാം സ്ഥാനം ഓർത്തോ, മൂന്നാം സ്ഥാനം മെറ്റാ. അങ്ങനെയാണെങ്കിൽ ഏതാണ് പറ? ഏത് നൈട്രോഫീനോളിൻ്റെ ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ ഡിക്രീസിങ് ഓർഡർ പറയാൻ പറ്റുമോ? എഴുതിക്കോ. ആസിഡ് സ്ട്രെങ്ത് ഓഫ് നൈട്രോഫീനോൾ ഇൻ ദി ഡിക്രീസിങ് ഓർഡർ. ആസിഡ് സ്ട്രെങ്ത് ഓഫ് നൈട്രോഫീനോൾ ഇൻ ദി ഡിക്രീസിങ് ഓർഡർ. ആസിഡ് സ്ട്രെങ്ത് ഓഫ് നൈട്രോഫീനോൾ ഇൻ ദി ഡിക്രീസിങ് ഓർഡർ. അതില്ലേ? പാരാ നൈട്രോഫീനോൾ ഗ്രേറ്റർ ദാൻ ഓർത്തോ നൈട്രോഫീനോൾ ഗ്രേറ്റർ ദാൻ മെറ്റാ നൈട്രോഫീനോൾ. മെറ്റാ നൈട്രോഫീനോൾ. അതിൻ്റെ റീസൺ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ഫിനോക്സൈഡ് അയോൺ ഡിക്രീസ് ഇൻ ദി ഓർഡർ. എഴുതിക്കോ. റീസൺ സ്റ്റെബിലിറ്റി ഓഫ് ഫിനോക്സൈഡ് അയോൺ ഡിക്രീസ് ഇൻ ദി ഓർഡർ. സ്റ്റെബിലിറ്റി ഓഫ് ഫിനോക്സൈഡ് അയോൺ ഡിക്രീസ് ഇൻ ദി ഓർഡർ. അതില്ലേ? ആദ്യം പാരാ നൈട്രോ ഫിനോക്സൈഡ് അയോൺ വരക്കുക. അത് കഴിഞ്ഞിട്ട് ഏതാ വരക്കേണ്ടത്? ഓർത്തോ നൈട്രോ ഫിനോക്സൈഡ് അയോൺ വരക്കുക. ഓർത്തോ നൈട്രോ ഫിനോക്സൈഡ് അയോൺ. അതില്ലേ? അത് കഴിഞ്ഞിട്ടാണ് മെറ്റാ നൈട്രോ ഫിനോക്സൈഡ് അയോൺ. മെറ്റാ നൈട്രോ ഫിനോക്സൈഡ് അയോൺ. ഓക്കെ, മെറ്റാ നൈട്രോ ഫിനോക്സൈഡ്. ഇതാണ് കാരണം. ഓക്കെ, ബാക്കി റീസൺ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇനി അടുത്തത് ഒരു റിയാക്ഷൻ ഇതാണ്, എസ്റ്ററിഫിക്കേഷൻ. ഇതിലാരും എസ്റ്ററിഫിക്കേഷൻ ഹെഡിങ് എഴുതുക. നമുക്ക് എല്ലാവർക്കും അറിയാം എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ പ്രധാനമായിട്ടും ഒരു ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്റർ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണെന്ന് വിളിക്കൽ എസ്റ്ററിഫിക്കേഷൻ, ആസിഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നമുക്കറിയാം. എന്താണ്? CH3COOH അസറ്റിക് ആസിഡ് അല്ലേ, പ്ലസ് ഈഥൈൽ ആൽക്കഹോൾ C2H5OH. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. H+ എന്ന് എഴുതുക എറോ മാർക്കിൻ്റെ മുകളിൽ. എന്താ കിട്ടുക? C3COO C2H5 പ്ലസ് ഏത് H2O. ഇതാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ? ഇത് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ്, ഇത് എത്തനോൾ, ഇത് ഈഥൈൽ അസറ്റേറ്റ്, ഈഥൈൽ അസറ്റേറ്റ് അല്ലെങ്കിൽ ഈഥൈൽ എത്തനോയേറ്റ്. അപ്പോൾ വാട്ട് ഈസ് എസ്റ്ററിഫിക്കേഷൻ? the reaction between acid and alcohol in the presence of an acid in the presence of H+ to form an ester. അല്ലേ? റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഇൻ ദി പ്രസൻസ് ഓഫ് H+ ടു ഫോം എൻ എസ്റ്റർ ഈസ് കോൾഡ് എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ബെൻസോയിക് ആസിഡ് ആണെങ്കിലോ ബെൻസീൻ റിംഗ് COOH ആണ് ബെൻസോയിക് ആസിഡ്. ബെൻസീൻ റിംഗ് COOH ആണ് ബെൻസോയിക് ആസിഡ് എങ്കിൽ ഇത് മെത്തനോളുമായി റിയാക്ട് ചെയ്യണമെങ്കിലോ C3OH H+ൻ്റെ പ്രസൻസിൽ എന്തായിരിക്കും റിയാക്ഷൻ? പറഞ്ഞേ. ബെൻസീൻ റിംഗ് COO CH3 അല്ലേ, പ്ലസ് H2O. അപ്പോൾ മീഥൈൽ ബെൻസോയേറ്റ് കിട്ടും. എന്താ കോമ്പൗണ്ട് പേര്? അവിടെ എഴുതി വെക്കണം. C3COO CH3യുടെ പേര് മീഥൈൽ ബെൻസോയേറ്റ്. ഇതേ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ആസിഡ് ക്ലോറൈഡ് വെച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ
ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CH3COCl. ഇത് അസറ്റൈൽ ക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം. അസറ്റൈൽ ക്ലോറൈഡ്. ഇത് IUPAC നെയിം ഇത് 1 ഇത് 2. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആൽക്കിൻ്റെ പേരെന്നാ ഇതേ. അതിനെ ഓയിൽ ക്ലോറൈഡ് കൊണ്ട് മാറ്റുക. ഓയിൽ ക്ലോറൈഡ്. അപ്പോൾ എത്തനോയിൽ ക്ലോറൈഡ്. അപ്പോൾ അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എത്തനോയിൽ ക്ലോറൈഡ് ആണ് ഇത്. ഇത് ഏതുമായി റിയാക്ട് ചെയ്യുന്നു? ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. C2H5OH. ഓക്കെ, C2H5OH റിയാക്ട് ചെയ്യുന്നു. ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ ഈ Cl-ഉം H കൂടെ എന്താവും? HCl. കേട്ടോ? അപ്പോൾ ഇത് ഏത്? HCl ഒരു ആസിഡാണ്. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പിരിഡിന് ഉപയോഗിക്കും. പിരിഡിൻ്റെ പ്രസൻസിൽ. കേട്ടോ? അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? C3COO എന്ത്? C2H5. C3CO C2H5. ഓക്കെ. ഇനി ക്ലിയർ ആയല്ലോ? അപ്പോൾ ഐഡിയ ക്ലിയർ ആയിരിക്കുന്നത്. യെസ്. ഇനി അപ്പോൾ ഈ തരത്തിൽ ഏത് എസ്റ്ററിഫിക്കേഷൻ നടത്താൻ ആസിഡ് ക്ലോറൈഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? എസ്റ്റർ കിട്ടും. ആസിഡ് ക്ലോറൈഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് എന്നിട്ടും പറ എസ്റ്റർ കിട്ടും. മനസ്സിലായോ? ഇനി യെസ്, നമുക്കറിയാം ബെൻസീൻ റിങ് COOH. ഇത് ഇവിടെ OH. ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ OH വന്നാൽ ഇതിനെ നമ്മൾ പഠിക്കും കുറച്ച് കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് എന്ന് വിളിക്കും. സാലിസിലിക് ആസിഡ്. കേട്ടോ? അങ്ങനെ എഴുതിച്ചേ. ബെൻസീൻ റിങ് COOH, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ OH വന്നാൽ അതിനെ സാലിസിലിക് ആസിഡ് SALICYLIC സാലിസിലിക് ആസിഡ്. ഇത് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡാണ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡാണ് സാലിസിലിക് ആസിഡ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡാണ് സാലിസിലിക് ആസിഡ്. ഇത് ഏത്? യെസ്, അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിരിക്കുക. CH3COCl ഇൻ ദി പ്രസൻസ് ഓഫ് ഏത്? ഈ അസറ്റൈൽ ക്ലോറൈഡിന് പകരം അസറ്റിക് എൻഹൈഡ്രേറ്റ് ഉപയോഗിക്കാം. അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അസറ്റൈൽ ക്ലോറൈഡിന് പകരം ഏത് ഉപയോഗിക്കാം? അസറ്റിക് എൻഹൈഡ്രേറ്റ്. C3CO അസറ്റിക് എൻഹൈഡ്രേറ്റ്. കേട്ടോ? ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അസറ്റൈൽ ക്ലോറൈഡിന് പകരം എന്ത് ഉപയോഗിക്കാം? അസറ്റിക് എൻഹൈഡ്രേറ്റ്. കേട്ടോ? യെസ്. പിരിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ H-ഉം ഈ Cl-ഉം ഈ ആൽക്കഹോളിലാണോ റിയാക്ഷൻ ആസിഡിലാണോ? ആൽക്കഹോളിൽ. അപ്പോൾ ഈ H-ഉം ഈ Cl-ഉം എന്താവും? HCl. എന്നിട്ട് H-ന് സ്ഥലത്ത് COCH3 വരും. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? ബെൻസീൻ റിങ് COOH, ഇവിടെ OCOCH3. കിട്ടിയില്ലേ? ഇതിന് നമ്മൾ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് വിളിക്കും. അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ആസ്പിരിൻ. കിട്ടുന്നത് ആസ്പിരിൻ. മെഡിസിനലി ഇമ്പോർട്ടൻ്റ് ആയൊരു കോമ്പൗണ്ടാണ് ആസ്പിരിൻ. കേട്ടോ? ഓക്കെ. അപ്പോൾ ആസ്പിരിൻ ക്ലിയർ ആയാലോ? അപ്പോൾ ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ക്ലിയർ? ഇനി അടുത്തത് ആൽക്കഹോളും HCl-ഉമായിട്ട് റിയാക്ഷനാണ്. ആൽക്കഹോളും HCl-ഉമായിട്ട് റിയാക്ഷൻ ആണെങ്കിലും അത് നമുക്ക് എക്സാമിന് അത് ഒരു ടെസ്റ്റിൻ്റെ രൂപത്തിലാണ് വരാറ്. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ് ലൂക്കാസ് ടെസ്റ്റ്. LUCA_S ലൂക്കാസ് ടെസ്റ്റ്. ഓക്കെ. ഇപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെസ് പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി ആൽക്കഹോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇത് ലൂക്കാസ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കും. എന്നിട്ട് മാത്രം എഴുതിയാൽ മതി. ആൽക്കഹോൾ ROH ആണ് ആൽക്കഹോൾ. HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് സെഡൻ Cl2. അപ്പോൾ ROH-ലത്തെ OH-ഉം ഈ H കൂടെ വാട്ടറാവും. -H2O. ആ വാട്ടർ റിമൂവ് ചെയ്യലാണ് സിംഗ്ലോറൈഡിൻ്റെ ജോലി. സിംഗ്ലോറൈഡിന് വേറെയും ജോലി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ OH പോണ്ട്. അപ്പോൾ എന്ത് കിട്ടും? Cl + H2 RCl കിട്ടും. ഇത് ആൽക്കൈൽ ക്ലോറൈഡ്. ഓക്കെ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാത്ത സാധനമാണ്. അപ്പോൾ അതൊരു ടെർബിഡിറ്റി ആയി കിട്ടും. ടെർബിഡ് എന്നറിയാം. ടെർബിഡ് കലങ്ങിയ പോലെ. യെസ്. അപ്പോൾ അങ്ങനെ കിട്ടും. മനസ്സിലായോ? അത് ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം അനുസരിച്ച് ഇങ്ങനെയാണ്. HCl ആദ്യം അയോണൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? H+ഉം Cl- കിട്ടും. പറയുന്ന സമയത്ത് തന്നെ എഴുതണേ. ആൽക്കഹോൾ ROH. ഈ H+ ഇവിടെ ഈ ലോൺ പെയറുള്ള സ്ഥലത്തേക്കല്ലേ H+ വരിക, ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക?
ആർ ഒ എച്ചിൻ്റെ കൂടെ ഒരു എച്ച് കൂടെ വരും. അപ്പോൾ ഇവിടെ ചാർജ് പ്ലസ് ചാർജ് വരും. ആ ലോൺ പെയറിൻ്റെ അടുത്തേക്ക് വന്നത് എച്ച് പ്ലസ് വന്നതുകൊണ്ട് ഓക്സിജൻ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, പ്ലസ് ചാർജ് വരും. ഇനി ഈ ഓക്സോണിയം അയോണിൽ നിന്ന് ആർ ഒ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് എറോ മാർക്ക് കാണിക്കുക, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആർ പ്ലസ് പ്ലസ് എച്ച് ടു കിട്ടും. ആർ പ്ലസ് ആണ് കാർബോ കാറ്റയോൺ. എന്താ കാർബോ കാറ്റയോൺ? അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഏത് കാർബോ കാറ്റയോണാണ് സ്റ്റേബിൾ? R3C പ്ലസ് എന്ന് പറഞ്ഞാൽ ടേഴ്സറി കാർബോ കാറ്റയോൺ, പിന്നെ R2CH പ്ലസ് സെക്കൻഡറി കാർബോ കാറ്റയോൺ, പിന്നെ RCH2 പ്ലസ് പ്രൈമറി കാർബോ കാറ്റയോൺ. ഇതല്ലേ സ്റ്റെബിലിറ്റി? അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ ഞാൻ എഴുതിയിട്ടുള്ളത്. എന്താ സ്റ്റെബിലിറ്റി? പറയുന്ന സമയത്ത് തന്നെ എഴുതിക്കോ. സ്റ്റെബിലിറ്റി ടേഴ്സറി കാർബോ കാറ്റയോൺ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി കാർബോ കാറ്റയോൺ ഗ്രേറ്റർ ദാൻ പ്രൈമറി കാർബോ കാറ്റയോൺ. ആ കാർബോ കാറ്റയോൺ ഉണ്ടായാൽ മാത്രമല്ലേ Cl മൈനസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അടുത്ത സ്റ്റെപ്പിൽ, കേട്ടോ? ഇതാ ഈ ആർ പ്ലസ് കാർബോ കാറ്റയോണിന് Cl മൈനസ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? RCl. ഏതാണോ മോർ സ്റ്റേബിൾ കാർബോ കാറ്റയോൺ അതല്ലേ കൂടുതൽ സമയം ഉണ്ടാവില്ല. അവിടേക്കല്ലേ Cl മൈനസിന് വരാൻ പറ്റും. ഈ നമുക്കറിയാം ഇൻ്റർമീഡിയറ്റ് സ്റ്റെബിലിറ്റി കൂടുന്തോറും റിയാക്ടിവിറ്റി കൂടുകയല്ലേ. എന്താ കാരണം? ആ ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിലല്ലേ അവിടത്തേക്ക് Cl മൈനസ് വരാൻ പറ്റും, ഇല്ലെങ്കിൽ വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും സ്റ്റേബിളായ കാർബോ കാറ്റയോൺ ടേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ ടേഴ്സറി ആൽക്കഹോളാണ് വേഗത്തിൽ റിയാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യുക അറിയോ? 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. 3 ടെസ്റ്റ് ട്യൂബിൽ എന്തെടുക്കുക? ഒന്നിൽ പ്രൈമറി ആൽക്കഹോൾ, ഒന്നിൽ സെക്കൻഡറി ആൽക്കഹോൾ, ഒന്നിൽ ടേഴ്സറി ആൽക്കഹോൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ HCl ചേർക്കുക, പിന്നെ സിങ്ക് ക്ലോറൈഡും ചേർക്കുക. അപ്പോൾ റിയാക്ഷൻ ടെസ്റ്റ് ട്യൂബിൽ നോക്കുമ്പോൾ ടേഴ്സറി ആൽക്കഹോൾ എടുത്ത ടെസ്റ്റ് ട്യൂബിൽ നിറയെ ഒരു ടർബിഡ് കലങ്ങിയ ഒരു ഇൻസോലുബിളായ ലിക്വിഡ് ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായോ? ഓക്കെ, കലങ്ങിയ പോലെ ഉണ്ടാവും. സെക്കൻഡറി ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. ഒരു 4-5 മിനിറ്റിനുള്ളിൽ അതേപോലെ ആവും, ടർബിഡാവും, കലങ്ങിയ പോലെ ആവും. പക്ഷേ പ്രൈമറി ആൽക്കഹോൾ നമ്മൾ ചൂടാക്കാതെ എത്ര മണിക്കൂർ വെച്ചാലും എന്ത് ചെയ്യില്ല, എത്ര മണിക്കൂർ അത് ഷെയ്ക്ക് ചെയ്താലും എന്താവില്ല, ടർബിഡാവില്ല. കലങ്ങിയ പോലെ ആവില്ല. അപ്പോൾ മനസ്സിലാവില്ല നമുക്ക്. അപ്പോൾ ഏത് ആൽക്കഹോളാണ് പ്രൈമറി സെക്കൻഡറി ടേഴ്സറി മനസ്സിലാവില്ലേ? ഇതാണ് ലൂക്കാസ് ടെസ്റ്റ്. പഠിച്ചോ? ഓക്കെ. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് ഞാൻ വേർഡ്സിൽ എഴുതിത്തരാം. നിങ്ങൾ ആദ്യം ഈ റിയാക്ഷൻ ഒന്ന് എഴുതുക. എന്ന് പറഞ്ഞാൽ ROH പ്ലസ് HCl എൻഹൈഡ്രസ് NaCl2 മൈനസ് H2O ഗീവ്സ് RCl. എല്ലാവരും എഴുതിയതാണ് വിചാരിക്കുന്നത്. ഇനി മെക്കാനിസം എഴുതുക. HCl ഗീവ്സ് H പ്ലസ് പ്ലസ് Cl മൈനസ്. ROH പ്ലസ് H പ്ലസ് ഈ ഓക്സിജനിൽ 2 ലോൺ പെയർ കാണിക്കുക. H പ്ലസ് ഇവിടെ എറോ മാർക്ക് കാണിക്കുക. ഈ H പ്ലസ് വന്ന ഓക്സിജനിൽ പ്ലസ് ചാർജ് കാണിക്കുക. ഓക്സോണിയം അയോൺ എന്നതിന് പേര്. ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് എയറോ മാർക്കിട്ട് അങ്ങോട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് R പ്ലസും വാട്ടർ കിട്ടും. R പ്ലസിൻ്റെ പേര് കാർബോ കാറ്റയോൺ. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്താണ്? ടേഴ്സറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇതിൻ്റെ R പ്ലസ് പ്ലസ് Cl മൈനസ് ഗീവ്സ് RCl. ക്ലിയർ ആയോ? ഇത് ആൽക്കൈൽ ക്ലോറൈഡ് എന്താണ്? അതാണ് ടർബിഡിറ്റി ആയിട്ട് കാണുക. ടർബിഡിറ്റി പറഞ്ഞാൽ മനസ്സിലായോ? വെള്ളത്തിൽ ഓയിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? ആ അവസ്ഥ. അതൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ കലങ്ങിയ പോലെ ആവില്ലേ? അതാണോ ഐഡിയ? ക്ലിയർ ആയോ? അപ്പോൾ എഴുതിക്കോ. ലൂക്കാസ് ടെസ്റ്റ് എഴുതിയോ? ലൂക്കാസ് റിയേജൻറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് Lucas reagent is a mixture of Lucas reagent is a mixture of concentrated HCl and anhydrous NaCl2. Lucas reagent is a mixture of concentrated HCl and anhydrous NaCl2. Concentrated HCl and anhydrous NaCl2. Video. When an alcohol is treated with Lucas reagent, when an alcohol is treated with Lucas reagent, an alkyl chloride is formed. Alkyl chloride is formed and its presence is indicated by the appearance of turbidity. Its presence is indicated by the appearance of turbidity.
എഴുതിയില്ലേ? ഇനി യെസ്, ഇനി എഴുതുക എ ടേർഷ്യറി ആൽക്കഹോൾ gives alkyl chloride. A tertiary alcohol gives alkyl chloride bracket turbidity turbidity. A tertiary alcohol gives alkyl chloride bracket turbidity immediately. Secondary alcohol gives alkyl chloride only within 5 minutes. Secondary alcohol gives alkyl chloride only within 5 minutes. Secondary alcohol gives alkyl chloride only within 5 minutes. A primary alcohol does not react with Lucas reagent. A primary alcohol does not react with Lucas reagent at room temperature. A primary alcohol does not react with Lucas reagent at room temperature. Okay. ഇനി ഈ എൻഹൈഡ് സിങ്ക് ക്ലോറൈഡിൻ്റെ ഒരു ഫംഗ്ഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ആൽക്കഹോൾ ROH ആണ്. ROH എന്ന് പറഞ്ഞാൽ കാർബൺ ഓക്സിജൻ ബോണ്ട് അല്ലേ ആൽക്കഹോൾ ഉണ്ടാവില്ല, കാർബൺ ഓക്സിജൻ ബോണ്ട്. ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് എപ്പോഴും വേർപിരിയാൻ ആഗ്രഹിക്കാത്തൊരു ബോണ്ടാണ്. ഒരു ഐഡിയൽ പെയർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അവർ വേർപിരിയാൻ ഇഷ്ടപ്പെടുന്നതല്ല കാർബൺ ഓക്സിജനും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേബിളായ ഒരു ബോണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തറിയോ, ഈ സിങ്ക് ക്ലോറൈഡ് എന്ത് ചെയ്തറിയോ, ഈ OHൻ്റെ അടുത്ത് പോയി നിൽക്കും. OHൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഈ സിങ്ക് ക്ലോറൈഡ് ലൂയിസ് ആസിഡാണ്. സിങ്ക് ക്ലോറൈഡിൻ്റെ കൂടെ ഈ ഓക്സിജൻ്റെ ലോൺ പെയറിന് പോകാൻ തോന്നും, മനസ്സിലായി? സിങ്ക് ക്ലോറൈഡ് ഇങ്ങനെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഈ പ്രേരിപ്പിക്കരുത്. അപ്പോൾ ഈ ലോൺ പെയറിന് ഈ സിങ്ക് ക്ലോറൈഡിൻ്റെ കൂടെ പോകാൻ തോന്നും. അന്നേരം ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള ആ ബന്ധം ചെറുതായിട്ട് എന്ത് ചെയ്യും, പിന്നെ എന്താ പറയുക, ചെറുതായിട്ട് പ്രശ്നമാവില്ലേ? അല്ലടാ, ഇതിൻ്റെ കൂടെ പോകാൻ നോക്കുമ്പം ഇവർ നല്ല ഇഷ്ടത്തിലാണ്. അതിനിടയിൽ വേറൊരാളെ കണ്ടപ്പോൾ ഇതിനോട് ഇഷ്ടം തോന്നി എന്ന് വിചാരിച്ച്, ഇഷ്ടമൊന്നുമില്ല ഈ സിങ്ക് ക്ലോറൈഡിന് ഈ ഓക്സിജനോട് ഇഷ്ടമൊന്നുമില്ല, വെറുതെ പറ്റിക്കാൻ വേണ്ട പോകുന്നത്. പക്ഷെ എന്നാലും എന്ത് ചെയ്യും, ഈ ഓക്സിജൻ ഈ സിങ്ക് ക്ലോറൈഡിൻ്റെ കൂടെ പോകുമ്പോൾ, ലോൺ പെയർ പോകുമ്പോൾ ഈ കാർബണിന് ഓക്സിജനോട് ഇഷ്ടം കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാർബൺ ഓക്സിജൻ ബോണ്ടിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ വേഗത കൂട്ടും, മനസ്സിലായോ? അതാണ് സിങ്ക് ക്ലോറൈഡിൻ്റെ ആവശ്യം, മനസ്സിലായോ? അതേസമയത്ത് ടേർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ടേർഷ്യറി കാർബോകാറ്റോണിൽ ഉണ്ടാവില്ലേ, അത് സിങ്ക് ക്ലോറൈഡ് ഇല്ലെങ്കിലും ടേർഷ്യറി ആൽക്കഹോളിൽ വേഗത്തിൽ റിയാക്ഷൻ നടക്കും, മനസ്സിലായോ? അപ്പോൾ ഏത് ആൽക്കഹോളാണ് സിങ്ക് ക്ലോറൈഡ് ഇല്ലെങ്കിലും റിയാക്ഷൻ നടക്കുക? സിങ്ക് ക്ലോറൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആർക്കാവൂലൂ? കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവൂലൂ ഏതൊക്കെ ആൽക്കഹോളിൽ? പ്രൈമറി ആൽക്കഹോളിലും സെക്കൻഡറി ആൽക്കഹോളിലും, മനസ്സിലായോ? ടേർഷ്യറി ആൽക്കഹോളിൽ സിങ്ക് ക്ലോറൈഡ് ഇല്ലെങ്കിൽ നടക്കും, കാരണം കാർബോകാറ്റോൺ സ്റ്റേബിൾ ആയതുകൊണ്ട്. പഠിച്ചോ? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആൽക്കഹോളിൽ ഏതാണ് സിങ്ക് ക്ലോറൈഡ് ഇല്ലെങ്കിലും റിയാക്ഷൻ നടക്കുന്നത് വെച്ചാൽ HCl-മായി റിയാക്ട് ചെയ്യുന്നത് വെച്ചാലോ? ടേർഷ്യറി ആൽക്കഹോൾ കേട്ടോ. ഓക്കെ, സോ വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സിങ്ക് ക്ലോറൈഡ് ഇൻ ലൂക്കാസ് ടെസ്റ്റ്? എഴുതിയേ, വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സിങ്ക് ക്ലോറൈഡ് ഇൻ ലൂക്കാസ് ടെസ്റ്റ്? യെസ്, വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സിങ്ക് ക്ലോറൈഡ് ഇൻ ലൂക്കാസ് ടെസ്റ്റ്? Answer: zinc chloride increases the rate of cleavage of carbon oxygen bond. Zinc chloride increases the rate of cleavage of carbon oxygen bond. Zinc chloride increases the rate of cleavage of carbon oxygen bond. Okay, carbon oxygen bond. Any tertiary alcohol reacts with HCl in the absence of zinc chloride. Tertiary alcohol reacts with HCl in the absence of zinc chloride. Tertiary alcohol reacts with HCl in the absence of zinc chloride. എന്താ കാരണം? tertiary carbocation stable ആയതുകൊണ്ട്. ക്ലിയർ? tertiary carbocation എന്തായതുകൊണ്ട്? സ്റ്റേബിൾ ആയതുകൊണ്ട്. അടുത്തത് ഓക്സിഡേഷൻ ആൽക്കഹോൾ എന്ന് ഹെഡിങ് എഴുതുക. ഓക്സിഡേഷൻ ആൽക്കഹോൾ. അപ്പോൾ ഓക്സിഡേഷൻ ആൽക്കഹോൾ നിങ്ങളിങ്ങനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവശ്യമുണ്ട്. CH2OH നിങ്ങൾക്ക് ഓക്സിഡൈസ് ചെയ്താൽ CHO കിട്ടാം. CH2OH ഓക്സിഡൈസ് ചെയ്താൽ എന്നിട്ട് പറ CHO. ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് PCC എന്ന് പറഞ്ഞ റിയേജൻ്റാണ്. അപ്പോൾ
എ പ്രൈമറി ആൽക്കഹോൾ ഒരു പ്രൈമറി ആൽക്കഹോൾ എന്തായി കൺവേർട്ട് ചെയ്യും? ഒരു ആൽഡിഹൈഡായി കൺവേർട്ട് ചെയ്യും ഇൻ ദി പ്രസൻസ് ഓഫ് ഇത് ഓക്സിഡൈസിങ് ഏജന്റ് PCC. PCCയുടെ മുഴുവൻ പേര് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ആണ്. പിരിഡീനിയം PYRRIDINIUM പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. അത് പിരിഡിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഒരു N എഴുതി കഴിഞ്ഞാൽ പിരിഡിനായി കേട്ടോ. ഒരു സ്ഥലത്ത് CrO3 HCl. ഈ മിക്സറിൻ്റെ പേരാണ് ഏത്? CrO3 HCl പിരിഡിൻ. ഇതിൻ്റെ പേരാണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. നിങ്ങൾ ഇത്ര ഓർമ്മിക്കണ്ടു, ഈ പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഷോർട്ട് ഫോമാണ് PCC. PCC എറോ മാർക്കിൽ കണ്ടു കഴിഞ്ഞാൽ CH2OH എന്തായി കൺവേർട്ട് ചെയ്യുക? CHO. അപ്പോൾ ഈ പ്രൈമറി ആൽക്കഹോൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു ആൽഡിഹൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ഏത്? PCC. എഴുതി എല്ലാവരും. എ പ്രൈമറി ആൽക്കഹോൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു ആൽഡിഹൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് A primary alcohol is oxidized to aldehyde. A primary alcohol is oxidized to aldehyde in the presence of pyridinium chlorochromate. A primary alcohol is oxidized to aldehyde in the presence of pyridinium chlorochromate. Bracket PCC. PCC എന്താണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിരിഡിനും CrO3 HClന്റെ മിക്സറിനാണെന്ന് വിളിക്കൽ PCC. ക്ലിയർ ആയോ? ഇനി ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാൻ ഒരു പണിയില്ല. ഇപ്പോൾ CH3CH2OH. എന്താ CH3CH2OH? എത്തനോൾ. ഇനി നിങ്ങളൊന്നും പണിയില്ല. എയറോ മാർക്കിൻ്റെ മുകളിൽ PCC. എന്താ പ്രോഡക്റ്റ് കിട്ടുക? പറഞ്ഞോ. C3CHO കിട്ടിയോ? എത്തനാളാവും. അപ്പോൾ പ്രൊപ്പനാളാവും. മനസ്സിലായോ? അങ്ങനെ ഏത് PCC ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്യും. ക്ലിയർ? ഇനി ഇതേ പ്രൊപ്പനോൾ C3CH2OH അല്ലേ? C3CH2CH2OH. പ്രോഡക്റ്റ് പറഞ്ഞേ. പ്രൊപ്പാൻ 1 അല്ലെങ്കിൽ പ്രൊപ്പനോൾ പറഞ്ഞേ. PCC C3CH2CHO കിട്ടിയോ? പ്രൊപ്പനോളായി. ഇനി ഈ PCCക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കീറ്റോൺ ആവും ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുക? കീറ്റോൺ. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ CHOH അല്ലേ? ഈ H ഉം പോവും. അപ്പോൾ ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ എഗെയിൻ PCC എഴുതിക്കോ നിങ്ങൾ. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ C3C ഡബിൾ ബോണ്ടോ C3 ആവും കേട്ടോ. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്തായി മാറും? കീറ്റോണായി മാറും. അപ്പോൾ ഏത് സെക്കൻഡറി ആൽക്കഹോൾ ആയാലും, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി. പ്രൊപ്പാൻ 2 പ്രൊപ്പനോണായി മാറി. അസറ്റോൺ. പ്രൊപ്പാൻ 2 എന്തായി മാറി? പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹൗ വിൽ യു കൺവേർട്ട് എത്തനോൾ ടു എത്തനാൾ? ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പനോൾ ടു പ്രൊപ്പനാൾ? ഇതെല്ലാം ഉത്തരം നിങ്ങൾ ചെയ്ത് വെക്കണേ. അതിൽ ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പാൻ 2 ടു അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ? ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പാൻ 2 അല്ലേ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ? അപ്പോൾ ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പാൻ 2 ടു പ്രൊപ്പനോൾ? അല്ലെങ്കിൽ ഹൗ വിൽ യു കൺവേർട്ട് എന്താണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ടു അസറ്റോൺ? കേട്ടോ, കോമൺ നെയിം ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ടു അസറ്റോൺ. ക്ലിയർ ആയോ? വേറൊരു ഓക്സിഡൈസിങ് ഏജന്റാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും. K2Cr2O7 പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4. പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്താലേ നമുക്ക് ക്രോമിക് ആസിഡ് കിട്ടും. H2CrO4 ക്രോമിക് ആസിഡ്. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൾഫ്യൂരിക് ആസിഡ് പകരം അവർക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ക്രോമിക് ആസിഡ് എഴുതാം. ഇതേ ക്രോമിക് ആസിഡ് കിട്ടാൻ വേണമെങ്കിൽ CrO3 അതിലേക്ക് വെള്ളം ചേർത്താൽ മതി. CrO3യിലേക്ക് വെള്ളം ചേർക്കുക. മനസ്സിലായോ? അന്നേരം ക്രോമിക് ആസിഡ് കിട്ടും. അപ്പോൾ ഈ മൂന്നിൽ ഏത് കണ്ടു കഴിഞ്ഞാലും ഇതാ റിയാക്ഷൻ. CH2OH ആണ്. നമുക്കൊരു എക്സാമ്പിൾ തന്നെ എഴുതാം, അത് നല്ലത്. ഇപ്പോൾ CH3CH2OH എത്തനോൾ അല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് ഏതാണ്? K2Cr2O7 H പ്ലസ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, അല്ലെങ്കിൽ ഏതാ H2CrO4 അല്ലെങ്കിൽ CrO3 പ്ലസ് വാട്ടർ. ഇനി CrO3 മാത്രം എഴുതിയാലും, കാരണം CrO3 മാത്രം എഴുതി കഴിഞ്ഞാൽ എൻഹൈഡ്രസ് അല്ല. എൻഹൈഡ്രസ് CrO3 ആണെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ CrO3 വാട്ടറും ഇതിലേതെങ്കിലും ഒന്ന് തന്നാൽ നേരെ എന്ത് എഴുതിക്കോ? CH2OH COOH ആയി മാറ്റും. CH2OH എന്തായി കൺവേർട്ട് ചെയ്യും? COOH. പഠിച്ചില്ലേ? CH2OH COOH ആയി മാറും. ഏത് പ്രൈമറി ആൽക്കഹോളും ആസിഡായി മാറും. പഠിച്ചോ? എവിടെ CH2OH ഉണ്ടോ അത് COOH ആയി മാറും. അപ്പോൾ എത്തനോയിക് ആസിഡായില്ലേ? എത്തനോൾ എന്തായി മാറി? എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡായി മാറി. പ്രൊപ്പനോൾ എന്തായി മാറും? പ്രൊപ്പനോയിക് ആസിഡ്. കിട്ടിയോ? ഇനി അത് എക്സാമ്പിൾ എക്സ്ട്രാ എഴുതേണ്ട ആവശ്യമില്ലോ. പ്രൊപ്പനോയിക് ആസിഡാവും. എന്നാൽ നേരത്തെ അതേ റിയാക്ഷൻ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നോക്കുക, C3CHOH CH3 അത് ഈ ഏതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ പ്രൊപ്പനോൺ ആവും, അതായത് കീറ്റോണായിട്ട് മാറും. ഈ എച്ചും പോവും. മനസ്സിലായോ? ഈ എച്ചും ഓർമ്മയിട്ടല്ല നമ്മളത് പഠിപ്പിച്ച് C3CO3. അതേ PCCയുടെ അതേ എഫക്റ്റ് സെക്കൻഡറി ആൽക്കഹോളിൽ കേട്ടോ. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണായി മാറും. അപ്പോൾ ഇങ്ങനെ പഠിച്ചില്ലേ? പ്രൈമറി ആൽക്കഹോൾ എന്തായി മാറും?
പ്രൈമറി ആൽക്കോൾ ആസിഡായി മാറും, കാർബോക്സിലിക് ആസിഡായി മാറും, സെക്കൻഡറി ആൽക്കോൾ എന്തായി മാറും? കീറ്റോണായി മാറും. പഠിച്ചോ? ഓക്കെ. ഇനി ഒരു ടേർഷ്യറി ആൽക്കോൾ സാധാരണ രീതിയിൽ പിന്നെ ഏത് ഇനി മാത്രമല്ല വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി ഇതാ C3CH2OH ഇതില്ലേ. ഇനി ഇതിന് പകരം KMnO4 അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വളരെ സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് തന്നെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ C3CH2OH പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എനിക്ക് KMnO4 ആൻഡ് OH മൈനസ്. ഇതാണെങ്കിലും ഈ CH2OH എന്തായി മാറും? COH ആയി മാറും. C3CH2OH എന്തായി മാറും? C3COH ആയി മാറും. കേട്ടോ? ഓക്കെ. KMnO4 OH മൈനസ് ആയാലും അത് അസറ്റിക് ആസിഡായി മാറും. ക്ലിയർ ആയോ? എന്നാൽ ഒരു ടേർഷ്യറി ആൽക്കോൾ സാധാരണ രീതിയിൽ വളരെ ഡിഫിക്കൽട്ടാണ് ഓക്സിഡൈസ് ചെയ്യാൻ. എന്നാൽ ഒരു ടേർഷ്യറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണെങ്കിലും ഓക്സിഡേഷൻ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ഓക്സിഡേഷൻ. കേട്ടോ? പ്രൊലോങ്ഡ് ഓക്സിഡേഷൻ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ. കേട്ടില്ലേ? അത് മാത്രമല്ല ആസിഡ് ഓക്സിഡൈസിങ് ഏജൻ്റായ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ദി പ്രസൻസ് H+. എന്നിട്ട് എന്താണ് പ്രൊലോങ്ഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കുറേ സമയം ഓക്സിഡൈസ് ചെയ്യണം. കേട്ടോ? അതായത് ഓക്സിഡേഷൻ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ പ്രകാരം ആദ്യം ഈ OHും Hും കൂടെ വാട്ടറാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C3 ഡബിൾ ബോണ്ട് CH2 ഉണ്ടോ? എന്നിട്ട് അത് വീണ്ടും ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ആവും. ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇത് C3CO3 ആവും. ഇവിടെ ഒരു ഓക്സിജൻ കണക്ട് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? C3CO3 കിട്ടിയോ? C3CO3 ഇവിടെ ഒരു ഓക്സിജൻ കണക്ട് ചെയ്യും. പ്ലസ് പിന്നെയോ ഇതിലൊരു കാർബണിലുള്ള ആസിഡായി മാറും. ഒരു കാർബണിൽ ആസിഡ് ഫോമിക് ആസിഡ് HCOH ഉണ്ടോ? ഓക്കെ. ടെക്സ്റ്റിൽ അത്ര ഡെപ്തിൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ ഇത് ഓക്സിഡേഷൻ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷനാണ്. അപ്പോൾ ടേർഷ്യറി ആൽക്കോൾ ഈസ് ഡിഫിക്കൽട്ട്. ടേർഷ്യറി ആൽക്കോൾ എന്താണ്? ഡിഫിക്കൽട്ട് ടു ഓക്സിഡൈസ് അണ്ടർ നോർമൽ കണ്ടീഷൻ. എന്താ കാരണം? ടേർഷ്യറി ആൽക്കോൾ ഡിഫിക്കൽട്ട് ടു ഓക്സിഡൈസ് അണ്ടർ നോർമൽ കണ്ടീഷൻ due to the absence of hydrogen on carbon carrying OH group. A tertiary alcohol difficult to oxidize under normal condition. A tertiary alcohol difficult to oxidize under normal condition due to the absence of hydrogen on carbon carrying OH group. Due to the absence of hydrogen on carbon carrying OH group. Due to the absence of hydrogen on carbon carrying OH group. എഴുതിയോ? പിന്നെയോ യെസ് ഓൺ പ്രൊലോങ്ഡ് ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ. ഓൺ പ്രൊലോങ്ഡ് ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ. ഇറ്റ് ഗീവ്സ് എ മിക്സ്ചർ ഓഫ് ആസിഡ്സ് containing lesser number of carbon atoms. It gives a mixture of acids containing lesser number of carbon atoms. Example വേണമെങ്കിൽ എഴുതിക്കോ. C3COH C3 KMnO4 bar H plus prolonged oxidation. Firstly C3C double bond CH2 C3 double bond CH2 C3. ഇനി ഈ ബോണ്ട് കട്ടായിട്ട് ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക C3CO3 പ്ലസ് ഒരു കാർബൺ ബാക്കിയുണ്ട്, അതിനെ ഫോമിക് ആസിഡ് ആക്കുക HCOH. ഓക്കെ. അടുത്ത എഴുതുക ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കോൾസ്. ഡീഹൈഡ്രോജിനേഷൻ DHYDRO GNATION ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കോൾസ്. ഡീഹൈഡ്രോജിനേഷൻ ഏതാണ്ട് ഓക്സിഡേഷൻ തന്നെയാണ്. രണ്ട് ഹൈഡ്രജൻ റിമൂവ് ചെയ്യല്ലേ നമ്മളിപ്പോൾ നോക്കിയാൽ CH2OH 2H പോയാൽ CH ആയില്ലേ? ആ 2H ഓക്സിഡൈസിങ് ചെയ്യുന്ന ഓക്സിജൻ കൊണ്ട് വാട്ടർ ആവുന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഡീഹൈഡ്രോജിനേഷൻ ഇത് രണ്ട് എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. എത്തനോൾ പ്രൈമറി ആൽക്കോൾ അല്ലേ? ഇത് ഡീഹൈഡ്രോജൻ നടക്കണമെങ്കിൽ 573 കെൽവിനിൽ ചൂടാക്കിയ കോപ്പറിന് മുകളിലൂടെ കടത്തിവിടണം ആൽക്കോളിൻ്റെ പേപ്പർ. 573 കെൽവിനിൽ ചൂടാക്കിയ കോപ്പറിൻ്റെ മുകളിലൂടെ കടത്തിവിടുമ്പോൾ ഈ OH-ലത്തെ Hഉം ഈ CH2-ലത്തെ Hഉം കൂടെ 2H ആയിട്ട് -H2 ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അതാണ് ഡീഹൈഡ്രോജിനേഷൻ. എന്നിട്ട് ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത് നേരത്തെ ആരായിരുന്നു? ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സൈഡ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ -H2 എന്ന് എഴുതിയത്, ഇവിടെ -H2 മാത്രം എഴുതിയാൽ മതി. പ്രോഡക്റ്റ് പറഞ്ഞാൽ C3CHO. ഓക്സിഡേഷൻ്റെ അതേ പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കോൾ ആൽഡിഹൈഡായി. ഇത് സെക്കൻഡറി ആൽക്കോൾ ആണെങ്കിലോ C3CHOH C3. ഇതാണ് ഇരിക്കുക കോപ്പർ at 573 കെൽവിൻ.
കണ്ടില്ലേ -H2 ഇവിടുന്ന് എച്ച് പോവും ഇവിടുന്ന് എച്ച് പോവും പറഞ്ഞ ഉത്തരം C3 CO3 ഇപ്പോൾ കീറ്റോണായി മാറിയില്ലേ സെക്കൻഡറി ആൽക്കോൾ എന്തായി മാറി കീറ്റോൺ ഇനി ടേർഷ്യറി ആൽക്കോളിന് ഡീഹൈഡ്രോജനേഷൻ നടക്കോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ടേർഷ്യറി ആൽക്കോൾ ഡീഹൈഡ്രോജനേഷൻ നടക്കോ ഇല്ലയോ ഇല്ല നടക്കണമെങ്കിൽ OH ഗ്രൂപ്പ് അടങ്ങിയ കാർബണിൽ എന്ത് വേണം H വേണം അപ്പോൾ ഡീഹൈഡ്രോജനേഷൻ നടക്കാത്ത ആൽക്കോൾ ഏതാ ടേർഷ്യറി ആൽക്കോൾ എന്താ കാരണം OH ഗ്രൂപ്പ് അടങ്ങിയ കാർബണിൽ എന്തില്ല H ഇല്ല എന്നാൽ ഇതേ കണ്ടീഷൻ കോപ്പർ അറ്റ് 573 കെൽവിൻ അതായത് ചുട്ടുപഴുത്ത കോപ്പർ 573 കെൽവിനിൽ ചൂടാക്കി കോപ്പറിന് മുകളിലൂടെ ടേർഷ്യറി ആൽക്കോൾ കടത്തി വിടുമ്പോൾ ഇതേ കണ്ടീഷനിൽ ഡീഹൈഡ്രേഷൻ നടക്കുന്നുണ്ട് എന്ത് നടക്കുന്നുണ്ട് ഡീഹൈഡ്രേഷൻ ഈ OH ഗ്രൂപ്പും തൊട്ടടുത്ത കാർബണിൽ H കൂടെ വാട്ടറാവും അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ -H2 അപ്പോൾ പക്ഷേ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ടേ ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നില്ല ഏത് ആൽക്കോളിൻ്റെയും ടേർഷ്യറി ആൽക്കോൾ പക്ഷേ എന്ത് നടക്കുന്നു അതേ കണ്ടീഷനിൽ ഡീഹൈഡ്രേഷൻ നടത്തിയിട്ട് ആൽക്കീൻ കിട്ടും പഠിച്ചോ ഒന്നും പണിയില്ല പ്രൈമറി ആൽക്കോൾ എന്തായി മാറും ആൽഡിഹൈഡ് ആവും സെക്കൻഡറി ആൽക്കോളോ കീറ്റോൺ ടേർഷ്യറി ആൽക്കോൾ ഡീഹൈഡ്രോജനേഷൻ നടക്കില്ല അതേ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ആൽക്കീൻ കിട്ടും പഠിച്ചോ അപ്പോൾ എഴുതിക്കോ when vapors of alcohol when vapors of alcohol is passed over when vapors of alcohol is passed over heated copper at 573 Kelvin when vapors of alcohol is passed over heated copper at 573 Kelvin when vapors of alcohol is passed over heated copper at 573 Kelvin എന്താണ് dehydrogenation takes place A primary alcohol gives an aldehyde. A primary alcohol gives an aldehyde. And a secondary alcohol gives a ketone. A tertiary alcohol under the same condition gives an alkene by dehydration. എന്നിട്ട് എക്സാമ്പിൾ എഴുതിക്കോ C3CH2OH കോപ്പർ ബാർ 573 കെൽവിൻ -H2 CH3CHO റെഡി എത്തനോൾ എഴുതുക എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കോൾ എത്തനോൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് അടുത്ത് C3CHOH പ്രൊപ്പാൻ 2 ഓൾ അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കോൾ എയറോ മാർക്കിൻ്റെ മുകളിൽ കോപ്പർ ബാർ 573 കെൽവിൻ താഴെ -H2 പ്രോഡക്റ്റ് CH3CO3 എന്താ പ്രൊപ്പനോൾ അല്ലെങ്കിൽ അസറ്റോൺ അടുത്ത് CH3OH അതായത് ആ മിഡിൽ കാർബണിൻ്റെ കൂടെ ഒരു OH 3 C3 എയറോ മാർക്കറ്റിൻ്റെ മുകളിൽ കോപ്പർ ബാർ 573 കെൽവിൻ താഴെ -H2 അല്ല -H2O കിട്ടിയോ പ്രോഡക്റ്റ് C3C3 ഡബിൾ ബോണ്ട് CH2 യെസ് അടുത്തത് നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ എന്ന് ഹെഡിങ് എഴുതിയേ ഫീനോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡോ പ്രോസസ്സ് ഈ റിയാക്ഷൻ മുമ്പേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട് ബെൻസീൻ റിംഗ് Cl ക്ലോറിൻ ആദ്യം ഇക്വേഷൻ എഴുതിക്കൊന്ന് ഞാൻ സെൻറ്റൻസ് എഴുതരാം ബെൻസീൻ റിംഗ് Cl പ്ലസ് NaOH 623 കെൽവിൻ 300 atmos അതില്ലേ പിന്നെ H+ ഇത്രയും വേണം അപ്പോൾ ഹീറ്റ് ചെയ്യുക അതിന് ശേഷം H+ കിട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും യെസ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് നല്ലത് എയറോ മാർക്ക് കുറച്ച് വലുതാക്കിയാൽ മതി NaOH 623 കെൽവിൻ 300 atmos ഇതൊന്ന്
2H+ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായി കിട്ടും? ബെൻസീൻ റിംഗ് OH ഫിനോൾ കിട്ടും. ഇതാണ് ഫിനോളിൻ്റെ പ്രിപ്പറേഷൻ ഒന്നാമത്തെ. ക്ലിയർ? അപ്പോൾ ഡോ പ്രോസസ് എന്ന പ്രോസസ്സിൻ്റെ പേര്. അപ്പോൾ ഇതിക്കോ വെൻ ക്ലോറോബെൻസീൻ ഈസ് heated with NaOH, when chlorobenzene is heated with NaOH at 623 Kelvin and 300 atmos, 623 Kelvin and 300 atmos, sodium phenoxide is formed. ഞാൻ അത് എഴുതിയിട്ടില്ല. ബെൻസീൻ റിംഗ് ONA അല്ലേ ആദ്യം കിട്ടല്, അത് എഴുതിയിട്ടില്ല കേട്ടോ. sodium phenoxide is formed. അല്ലെ വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. sodium phenoxide is formed. എഴുതിയോ? which on acidification എന്ന് പറഞ്ഞാൽ ആസിഡ് ചേർത്താൽ മതി. acidification gives phenol. which on acidification gives phenol. okay, which on acidification gives phenol. എഴുതിക്കോ. ബെൻസീൻ റിംഗ് Cl ഞാൻ അത് കറക്റ്റ് ചെയ്തു. NaOH 623 Kelvin 300 atmos. NaOH 623 Kelvin 300 atmos. ആയില്ലേ? അപ്പോൾ സോഡിയം ഫിനോക്സൈഡ് കിട്ടും. ബെൻസീൻ റിംഗ് ONA എന്നിട്ട് എറോ മക്കൾ H+ എഴുതുക. അപ്പോൾ ബെൻസീൻ റിംഗ് OH കിട്ടിയില്ലേ? പിന്നെ മറ്റൊരു റിയാക്ഷൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇല്ലേ, ബെൻസീൻ നമ്മളന്ന് ഏത് സാൻമേയസ് റിയാക്ഷനിൽ പഠിച്ചേ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ബെൻസീൻ റിംഗ് N2Cl ആണ്. ബെൻസീൻ റിംഗ് N2Cl. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് വെള്ളം ചേർത്തിട്ട് ചൂടാക്കുക കേട്ടോ. വെള്ളം ചേർത്തിട്ട് ചൂടാക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഏത് N2 ഗ്യാസ് ആവും, ഈ Cl-ഉം H കൂടെ എന്താവും HCl ആവും, പിന്നെ ബാക്കി എന്താ ഉള്ളതാണ് OH. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് OH ഫിനോൾ കിട്ടും പ്ലസ് N2 പ്ലസ് HCl. ക്ലിയർ? അപ്പോൾ ഇതിക്കോ when benzene diazonium chloride is boiled with water, when benzene diazonium chloride is boiled with water, when benzene diazonium chloride is boiled with water, video when benzene diazonium chloride is boiled with water, phenol is formed. video when benzene diazonium chloride is boiled with water, phenol is formed. അതിൻ്റെ ഇക്വേഷൻ നോക്കോ. ബെൻസീൻ റിംഗ് N2Cl പ്ലസ് H2O. ബെൻസീൻ റിംഗ് N2Cl പ്ലസ് H2O. ബെൻസീൻ റിംഗ് N2Cl പ്ലസ് H2O. എയറോ മാർക്കിൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്താൽ ബെൻസീൻ റിംഗ് OH പ്ലസ് N2 പ്ലസ് HCl. ബെൻസീൻ റിംഗ് OH പ്ലസ് N2 പ്ലസ് HCl. യെസ്. അടുത്തത് ഇനി ഒരു റിയാക്ഷൻ ഉള്ളത് ബെൻസീൻ റിംഗ് SO3H. ഇതിൻ്റെ പേര് ബെൻസീൻ സൾഫോണിക് ആസിഡാണ്. ബെൻസീൻ റിംഗ് SO3H ബെൻസീൻ സൾഫോണിക് ആസിഡാണ്. ടെക്സ്റ്റ് ബുക്കിൽ ബെൻസീൻ റിങ്ങിനെ ബെൻസീൻ സൾഫോണിക് ആസിഡ് ആക്കാൻ വേണ്ടി ഇവിടെ ഒലിയം എഴുതിയിട്ടുണ്ടാവും. ഒലിയം അതിന് ഒലിയം എന്ന് പറഞ്ഞാൽ H2SO7. അപ്പോൾ ഒലിയം അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ചൂടാക്കിയാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുള്ളത് ഇത് ഓർമ്മിച്ചാൽ മതി. ബെൻസീൻ നിന്നാ ചോദിച്ചെങ്കിൽ ഇത് എഴുതേണ്ടി വരും. പക്ഷേ അത്ര പിന്നെ ബെൻസീൻ റിംഗ് SO3H ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതിലേക്ക് NaOH ചേർത്താൽ ഈ ബെൻസീൻ SO3H ഇല്ലേ, ഇതിലേക്ക് NaOH ചേർത്ത് കിട്ടും ബെൻസീൻ റിംഗ് SO3Na. ബെൻസീൻ റിംഗ് SO3Na കേട്ടോ. അതിന് സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് എന്ന് പറയും. സോഡിയം ബെൻസീൻ സൾഫോണേറ്റ്, സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് SULPHONAT. ഈ സോഡിയം ബെൻസീൻ സൾഫോണേറ്റിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് NaOH ചേർത്തിട്ട് ചൂടാക്കുക കേട്ടോ. NaOH ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാലേ ഈ SO3Na-യും ഈ Na-യും കൂടെ Na2SO3 ആയി റിമൂവ് ചെയ്യും. Na2SO3 എന്നിട്ട് അവിടെ OH വരും. അപ്പോൾ ഫീനോൾ കിട്ടും. പഠിച്ചോ? ഇതാണ് റിയാക്ഷൻ. വെൻ സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് ഈസ് ബോയിൽഡ് വിത്ത് NaOH, ഫീനോൾ ഈസ് ഫോംഡ്. അവിടെ ചോദിച്ചേ വെൻ സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് ഈസ് boiled with NaOH, when sodium benzene sulfonate is boiled with NaOH, phenol is formed. Sodium benzene sulfonate is boiled with NaOH, phenol is formed. ഇതില്ലേ ഇതിൻ്റെ ഇക്വേഷൻ എഴുതിയേ. ബെൻസീൻ റിംഗ് SO3Na
ബെൻസീൻ റിംഗ് SO3Na പ്ലസ് NaOH പ്ലസ് NaOH എയറോ മാർക്കിനോട് ഹീറ്റ് ചെയ്യുക, താഴെ -Na2SO3 എഴുതിയോ, -Na2SO3. ഇതിൻ്റെ എയറോ മാർക്കിന് മുകളിൽ ബെൻസീൻ റിംഗ് OH വേണം. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, ONA ആക്കിയിട്ട് OH ആക്കാം, പക്ഷെ അത് വേണ്ട, കിട്ടാം മതി. ബെൻസീൻ റിംഗ് OH. ഇനി ആ ബെൻസീൻ റിംഗ് SO3Na ബെൻസീൻ നിന്ന് കിട്ടുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ അത് എഴുതി വെക്കുക. ബെൻസീൻ, ഒലിയം അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, ഒലിയം ഉപയോഗിക്കാം അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം. അപ്പോൾ ബെൻസീൻ റിംഗ് SO3H കിട്ടും. അതിലേക്ക് NaOH ചേർത്താലോ ബെൻസീൻ റിംഗ് SO3Na കിട്ടും. ഓക്കെ, ക്ലിയർ. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്, അത് നേരെ ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കോ. ഡിസ്ക്രൈബ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ. ഡിസ്ക്രൈബ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ. CUMENE. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ക്രൈബ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ. CUMENE. ഫീനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ക്യുമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നാണ്. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീനാണ്. ക്യുമീൻ ഈസ് എന്താ, എല്ലാവരും ആദ്യം ക്യുമീൻ ഈസ് CUMENE. ക്യുമീൻ ഈസ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ക്യുമീൻ ഈസ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ക്യുമീൻ ഈസ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഇതില്ലേ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഇനി ഇതാ ഈ രണ്ട് സ്റ്റെപ്പും ശ്രദ്ധിച്ചാൽ മതി. ബെൻസീൻ റിങ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, CH3 ട്വൈസ് ആണ് കേട്ടോ, CH3 ട്വൈസ്. അപ്പോൾ ഞാനത് CH3 ട്വൈസ് എഴുതുന്നില്ല, ഇങ്ങനെ എഴുതുന്നത്. ദാ ബെൻസീൻ റിങ് CH3 ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പായില്ലത്. ഇതിനെ നമ്മളെന്താ അറിയോ, ഓക്സിജൻ, എയറിലുള്ള ഓക്സിജൻ കൊണ്ട് ഓക്സിഡൈസ് ചെയ്യും. ഇപ്പോൾ ലാബാകുമ്പോണ്ട് ഇൻഡസ്ട്രി ആകുമ്പോൾ ലാഭം വേണ്ടേ, എയറിലുള്ള ഓക്സിജൻ കൊണ്ട് ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണത്, CH ഉണ്ട്, ആ CHനിടയ്ക്ക് 2 ഓക്സിജൻ ചേർത്താൽ മതി. ഓക്സിജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷനിൽ ഓക്സിഡേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ബെൻസീൻ റിങ് CH കണ്ടോ, ഇവിടെ CH3, ഇവിടെയോ CH3, ആ Hനിടയ്ക്ക് 2 ഓക്സിജൻ അങ്ങ് ചേർക്കുക. കണ്ടോ, ആ Hനിടയ്ക്ക് 2 ഓക്സിജൻ ചേർക്കുക. അതിനെ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറയും. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. എന്നിട്ടത് എന്ത് ചെയ്യും, ഹൈഡ്രോളൈസ് ചെയ്യും. വെള്ളം H+നെ ചേർത്ത് ചൂടാക്കുമ്പോൾ ഇതുണ്ട്, ഈ CH3O അത് അസറ്റോണായി മാറും. C3CO ഈ OH ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ, ബെൻസീൻ റിങ് ഇവിടെ OH പ്ലസ് CH3CO അത് അസറ്റോൺ. ഈ അസറ്റോണും ഇതിൽ നിന്ന് ഉണ്ടാക്കാം. എന്തുകൊണ്ട്, അസറ്റോൺ പെട്ടെന്ന് വേപ്പറായി മാറും. അപ്പോൾ ആ വേപ്പർ കളക്ട് ചെയ്ത അസറ്റോൺ കിട്ടി, ഫീനോളും കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ക്ലിയർ? അപ്പോൾ എഴുതിക്കോ. യെസ്. അപ്പോൾ ഇങ്ങനെ ക്യുമീൻ ആദ്യം എന്താക്കി മാറ്റണം, ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡാക്കി മാറ്റണം അല്ലേ? അപ്പോൾ എഴുതിക്കോ. ഇങ്ങനെ എഴുതിക്കോ. Yes. The reaction involves the following 2 steps. The reaction involves the following 2 steps. The reaction involves the following 2 steps. 1. Conversion of cumene to cumene hydroperoxide. Conversion of cumene to cumene hydroperoxide. Conversion of cumene to cumene hydroperoxide. Conversion of cumene to cumene hydroperoxide in the presence of oxygen from air. Conversion of cumene to cumene hydroperoxide in the presence of oxygen from air. Cumene to cumene hydroperoxide in the presence of oxygen from air. 2. Hydrolysis of cumene hydroperoxide to hydrolysis of cumene hydroperoxide to hydrolysis of cumene hydroperoxide to phenol and acetone. Hydrolysis of cumene hydroperoxide to phenol and acetone. എഴുതിയോ? ഇക്വേഷൻ എഴുതിക്കോ. ബെൻസീൻ റിങ് CH3 എഴുതില്ലേ? ബെൻസീൻ റിങ് മേൽ CH ആദ്യം എഴുതുക, പിന്നെ CH3, പിന്നെ CH3. എയറോ മാർക്കിനുള്ള O2 ബ്രാക്കറ്റിൽ എയർ മതിക്കോ, എയറിൽ ഓക്സിജൻ. ബെൻസീൻ റിങ് CH3 അതുപോലെ ഉണ്ട്. ഒരു O2 ഈ Hനിടയ്ക്ക് ചേർക്കുക. അപ്പോൾ COOH എന്താണ്,
COOH. ഇനി അത് H2O+H+. ബെൻസീൻ റിംഗ് OH പ്ലസ് CH3COCH3. ബെൻസീൻ റിംഗ് OH പ്ലസ് CH3COCH3. ക്ലിയർ? യെസ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോൾ എന്ന് ഹെഡിങ് എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോൾ. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോൾ. ആദ്യം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോളിൽ ഫസ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ നിങ്ങൾ നേരത്തെ ഇനി ആദ്യം വരക്കണില്ല. ഫീനോളിൽ ബെൻസീൻ റിംഗ് OHൽ ആ റെസണൻസ് വരച്ചിട്ട് ഞാൻ ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ സമയത്ത് ആ ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ സമയത്തുള്ള റെസണൻസ് ഒന്ന് നോക്കിയാലും നോട്ടിൽ എഴുതി നോക്കിയേ. അവിടെ മൈനസ് ചാർജ് കണ്ടോ നിങ്ങൾ? ആ മൈനസ് ചാർജ് എവിടെയാണ്? ഓർത്തോ പാരാ പൊസിഷനിലല്ലേ? ഏത് പൊസിഷനിലാണ് മൈനസ് ചാർജ്? ഓർത്തോ പാരാ പൊസിഷനിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതുതായി വരുന്ന ഇലക്ട്രോഫൈൽ എവിടത്തേക്കാണ് വരിക? ഓർത്തോയിലും പാരയിലും. മനസ്സിലായോ? അപ്പോൾ ഫീനോളിലെ OH ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അത്രയും ഓർമ്മിച്ചാൽ മതി. ഫീനോളിലെ OH ഗ്രൂപ്പ് എന്ത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ക്ലിയർ? ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് പിന്നെ നൈട്രേഷനാണ്, പിന്നെ ബ്രോമിനേഷൻ. അപ്പോൾ ആദ്യം നൈട്രേഷൻ പറയാം. ഞാൻ ബോർഡിൽ എഴുതിയതിന് ശേഷം സെൻറ്റൻസ് എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ബെൻസീൻ റിംഗ് OH അല്ലേ ഫീനോള്. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫീനോളിനെ നൈട്രേറ്റ് ചെയ്യുന്നത് രണ്ട് തരം. ഫീനോളിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഫീനോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ബെൻസീൻ റിംഗുമേൽ OH ഗ്രൂപ്പില്ലേ, ഈ OHലെ ലോൺ പെയർ ഈ ബെൻസീൻ റിംഗിലേക്ക് വളരെ ശക്തിയായി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ കാണിക്കുന്നത്? അപ്പോൾ സ്ട്രോങ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ സ്ട്രോങ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ നൈട്രേഷൻ വളരെ വേഗത്തിൽ നടക്കും. അതുകൊണ്ട് നൈട്രേഷനിൽ ഏത് NO2+ ആണ് ഇലക്ട്രോഫൈൽ, നമുക്കറിയാലോ. അത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിൽ NO2+ൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ കോൺസെൻട്രേഷൻ കുറയും. അതുകൊണ്ട് ഓർത്തോല് അല്ലെങ്കിൽ പാരയിൽ മാത്രം NO2 വരും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആണെങ്കിലോ ഈ മൂന്ന് സ്ഥലത്തും രണ്ട് ഓർത്തോലും ഒരു പാരയിലും ഒരുമിച്ച് NO2 ഗ്രൂപ്പ് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫീനോളിൻ്റെ നൈട്രേഷൻ രണ്ട് തരത്തിലാണ്. ഒന്ന് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്, ഏതാ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിംഗ് OH അല്ലേ ഫീനോള്, അതിൻ്റെ ഏത് പൊസിഷനിൽ NO2 എഴുതുക? ഓർത്തോ പ്ലസ് ബെൻസീൻ റിംഗ് OH തന്നെ, അതിന് ഏത് പൊസിഷനിൽ NO2 എഴുതുക? പാര. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഓർത്തോ നൈട്രോഫീനോൾ, മറ്റേതോ പാരാ നൈട്രോഫീനോൾ. എല്ലാവരും എഴുതിയെന്ന്. വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്, when phenol is treated with dilute nitric acid, when phenol is treated with dilute nitric acid, phenol is treated with dilute nitric acid, a mixture of, when phenol is treated with dilute nitric acid, a mixture of orthonitrophenol and paranitrophenol is formed. A mixture of orthonitrophenol and paranitrophenol is formed. A mixture of orthonitrophenol and paranitrophenol is formed. Equation is benzene ring OH, aero marketable dilute HNO3. Benzene ring OH orthol NO2 plus benzene ring OH parallel NO2. Clear? എന്നാൽ അത് കോൺസെൻട്രേറ്റ്. ഇനി അതിനിടയിൽ ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഈ ഓർത്തോ നൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും എങ്ങനെയാ വെച്ചാൽ അതിൽ ഓർത്തോ നൈട്രോഫീനോളിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ആ കൂട്ടത്തിൻ്റെ പറഞ്ഞേക്കാം. ബെൻസീൻ റിംഗ് OH അല്ലേ ഫീനോള്, NO2N, ഇത് റെസണൻസ് അടിച്ചതാ. N എന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് ഓരോ ഓക്സിജൻ എഴുതുക, സിംഗിൾ ബോണ്ട് ഇട്ടിട്ട്, എന്നിട്ട് കുത്തിടുക. ഇത് NO2. അപ്പോൾ ഈ OH ഉണ്ടോ, ഈ OH-ത്തെ H-ഉം ഈ ഓക്സിജൻ തമ്മിൽ എന്ത് ബോണ്ടിങ് ഉണ്ടാവും? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇതല്ലേ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്നാൽ പാരാനൈട്രോഫീനോൾ ആണെങ്കിൽ ബെൻസീൻ റിങ് ഇതല്ലേ, ഏത് ഇത് OH ആണെങ്കിൽ ഇത് NO2. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? ഇത് അടുത്ത മോളിക്യൂളിൽ ഇവിടെ NO2 ഉണ്ടാവില്ലേ? N നോക്ക്, അടുത്ത മോളിക്യൂൾ എന്തുണ്ടാവും പറ? NO2 ഉണ്ടാവും. അപ്പോൾ ബെൻസീൻ റിങ് ഇവിടെ കാണുന്നില്ലേ NO2. N ഞാൻ റെസണൻസ് വരക്കാം. അപ്പോൾ ഏത് ഓക്സിജനിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് കാണിക്കാൻ പറ്റില്ല, ഉണ്ടാകും റെസണൻസ് കേട്ടോ. എന്നിട്ട് ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് വരും? OH. ക്ലിയർ? ഇത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ഓർത്തോനൈട്രോഫീനോൾ ഈസ് ഇൻട്രാമോളിക്കുലർ, വൈൽ ഇൻ പാരാനൈട്രോഫീനോൾ ഈസ് ഇന്റർമോളിക്കുലർ. ഇത് എല്ലാവരും ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ഓർത്തോനൈട്രോഫീനോൾ ഈസ് ഇൻട്രാമോളിക്കുലർ. ഇത് വരക്കണേ.
hydrogen bonding in orthonitrophenol is intramolecular, while in paranitrophenol is intermolecular. While in paranitrophenol is intermolecular. In paranitrophenol is intermolecular. Intermolecular. എഴുതിയോ? പാരാനൈട്രോഫിനോൾ ഇസ് ഇന്റർമോളിക്കുലർ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഏത് യെസ് ഇത് സ്റ്റീമിൽ മിസിബിൾ ആവും കേട്ടോ. അതുകൊണ്ട് ഏതിന് ബോയിലിംഗ് പോയിന്റ് കൂടും? അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഓഫ് പാരാനൈട്രോഫിനോൾ ഗ്രേറ്റർ ദാൻ ഓർത്തോനൈട്രോഫിനോൾ. ദർഫോർ ബോയിലിംഗ് പോയിന്റ് ഓഫ് പാരാനൈട്രോഫിനോൾ ഗ്രേറ്റർ ദാൻ ഓർത്തോനൈട്രോഫിനോൾ. എഴുതിയോ? ബോയിലിംഗ് പോയിന്റ് ഓഫ് പാരാനൈട്രോഫിനോൾ ഗ്രേറ്റർ ദാൻ ഓർത്തോനൈട്രോഫിനോൾ. അത് കൂടാതെ ഇത് സ്റ്റീം വോളട്ടൈലാണ്. അതുകൊണ്ട് തന്നെ ഓർത്തോനൈട്രോഫിനോൾ സ്റ്റീം വോളട്ടൈലാണ്. അതുകൊണ്ട് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി ഈ മിക്സർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓർത്തോനൈട്രോഫിനോൾ പാരാനൈട്രോഫിനോൾ മിക്സറില്ലേ, സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എഴുതിക്കോ. യെസ്, ഓർത്തോനൈട്രോഫിനോൾ ഈസ് സ്റ്റീം വോളട്ടൈൽ. ഓർത്തോനൈട്രോഫിനോൾ ഈസ് സ്റ്റീം വോളട്ടൈൽ. വോളട്ടൈൽ VOLATILE സ്റ്റീമിൽ ലയിക്കും. Orthonitrophenol is steam volatile. Therefore, a mixture of orthonitrophenol and paranitrophenol, can be separated by steam distillation. A mixture of orthonitrophenol and paranitrophenol can be separated by steam distillation. അടുത്തത് ശ്രദ്ധിക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നൈട്രേഷൻ രണ്ടാമത്തെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡാണ്. അപ്പോൾ നോക്കുക, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബെൻസീൻ റിംഗ് OH ഫിനോൾ എയറോ മാർക്കിൻ്റെ മുകളിൽ എന്ത് എഴുതുക? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് HNO3. പ്രോഡക്റ്റ് എഴുതുമ്പോൾ 2 ഓർത്തോ പൊസിഷനിൽ 1 പാരാ പൊസിഷനിൽ ഒരുമിച്ച് NO2 എഴുതുക. അപ്പോൾ ഇവിടെ OH ഉണ്ട്, 2 ഓർത്തോയിൽ NO2 എഴുതുക, പിന്നെയോ 1 പാരൽ NO2 എഴുതുക കേട്ടോ. ക്ലിയർ ആയോ? ഇത് നമ്മൾ 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്ന് വിളിക്കും. 2,4,6 ട്രൈനൈട്രോഫിനോൾ. 2,4,6 ട്രൈനൈട്രോഫിനോൾ. 2,4,6 ട്രൈനൈട്രോഫിനോളിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫിനോളിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് എന്ത്? പിക്രിക് ആസിഡ്. കിട്ടുക? അപ്പോൾ ഇത് when phenol is heated with concentrated nitric acid, when phenol is heated with concentrated nitric acid, when phenol is heated with concentrated nitric acid, picric acid bracket le 2,4,6 trinitrophenol, picric acid bracket le 2,4,6 trinitrophenol video is formed. 2,4,6 trinitrophenol is formed. Equation benzene ring OH, എയറോ മാർക്കിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്. OH ബെൻസീൻ റിംഗ് OH വരച്ച ശേഷം 2 അടുത്തടുത്ത ഓർത്തോ പൊസിഷൻ ഇല്ലേ, അതിലും ഓപ്പോസിറ്റായ പാരാ പൊസിഷനിൽ NO2 എഴുതുക. അതാണ് പിക്രിക് ആസിഡ്. പഠിച്ചോ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫീനോളിനെ പിക്രിക് ആസിഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. ആദ്യം കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ചൂടാക്കുക. അപ്പം നമുക്ക് ബെൻസീൻ റിംഗ് OH അല്ലേ ഉള്ളത്, ഇതിൻ്റെ ഒരു പാരാ പൊസിഷനിൽ ഒരു SO3H2, ഓർത്തോ പൊസിഷനിൽ SO3H വരില്ല, സ്റ്റെറിക് എഫക്റ്റ് ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ചൂടാക്കും. അപ്പോൾ ഡീസൾഫോണേഷൻ നടക്കും. ഈ SO3 ഗ്രൂപ്പ് SO3H SO3 ആയിട്ട് പോകും. അപ്പോൾ ഡീസൾഫോണേഷൻ നടക്കും. എന്നിട്ട് 2 ഓർത്തോയിലും 1 പാരലും NO2 വരും. അത്രയും മനസ്സിലാക്കിയാൽ മതി ഇപ്പം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ബെൻസീൻ റിങ് പറ ഏതാണ്? OH NO2 പിന്നെയോ NO2 NO2. ക്ലിയർ ആയോ? ഇതും പിക്രിക് ആസിഡാണ്. ഇങ്ങനെയാണ് പിക്രിക് ആസിഡ് ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്തത് കേട്ടോ. പിക്രിക് ആസിഡ് ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ ഹീറ്റിംഗ് എ മിക്സർ ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്. പിക്രിക് ആസിഡ് ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ ഹീറ്റിംഗ് എ മിക്സർ ഓഫ് phenol prepared industrially by heating phenol with a mixture of concentrated sulfuric acid and concentrated nitric acid. Concentrated sulfuric acid and concentrated nitric acid. അപ്പോൾ ബെൻസീൻ റിംഗ് OH ഫീനോൾ എഴുതുക, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എയറോ മാർക്കിൻ്റെ മുകളിൽ എഴുതുക,
ബെൻസീൻ റിംഗ് OH എഴുതുക, താഴെ പാരാ പൊസിഷനിൽ SO3H എഴുതുക. ഇനി കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് എയറോ മാർക്കിൻ്റെ മുകളിൽ എഴുതുക. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് എയറോ മാർക്കിൻ്റെ മുകളിൽ എഴുതുമ്പോൾ SO3H അങ്ങ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യില്ല എങ്ങനെയാണെന്ന് ഇപ്പോൾ പഠിക്കണ്ട, നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിൽ വേണ്ട, മനസ്സിലായോ? അപ്പോൾ SO3H ഇതിന് പകരം ഏത് ഈ NO2 വരും. 3 സ്ഥലത്ത് NO2 വരും. പഠിച്ചോ? ക്ലിയർ? യെസ്. ഫീനോളിൻ്റെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ഒന്ന് റീമർ ടീമെൻ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റീമർ REIMER റീമർ. പിന്നെ TIEMEN റീമർ ടീമെൻ റിയാക്ഷൻ. റീമർ ടീമെൻ റിയാക്ഷൻ മെക്കാനിസം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ബെൻസീൻ റിംഗ് OH അല്ലേ ഫീനോള്? ബെൻസീൻ റിംഗ് OH ആണ് ഫീനോള്. ഇത് ക്ലോറോഫോമായിട്ട് ഹീറ്റ് ചെയ്യുക. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3. ക്ലോറോഫോം ഹീറ്റ് ചെയ്യുക കേട്ടോ. NaOHൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് കുറേ സ്റ്റെപ്പ് ഉപയോഗിച്ചുള്ള റിയാക്ഷനാണ്. ഞാൻ ഇവിടെ ബോർഡിൽ എഴുതുന്ന ഐഡിയ ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ H ഉണ്ടോ, ഈ Hഉം ഈ Clഉം കൂടെ HCl ആവും. CHCl3യിലുള്ള Clഉം ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ H കൂടെ HCl ആവും. എന്തുകൊണ്ട് ഓർത്തോ പൊസിഷനിൽ HC പങ്കെടുക്കുന്നു ഞാൻ ഞാനിരുന്നില്ല. ഈ Hഉം ഈ Cl HCl ആവും. അപ്പോൾ ബാക്കി എന്താ കിട്ടുക? CHCl2. എന്താ കിട്ടുക? CHCl2. മനസ്സിലായി? ആ ബെൻസീൻ റിങ്ങിൻ്റെ ഈ OHൻ്റെ ഓർത്തോ പൊസിഷനിൽ ഏത് വരും? CHCl2. ആ CHCl2ൽ NaOHയുമായി റിയാക്ട് ചെയ്യുമ്പോൾ NaOHൻ്റെ റിയാക്ഷനാണ്. എവിടെ ഹാലജൻ ഉണ്ടോ അവിടെ OH ആവും. അപ്പോൾ 2 ക്ലോറിൻ ആയതുകൊണ്ട് CHOH ട്വൈസ് ആവും. CHOH ട്വൈസ്. ആ CHOH ട്വൈസിന് എപ്പോഴും ഒരു കാർബണിൽ ഒന്നിലധികം OH ഉണ്ടെങ്കിൽ വാട്ടർ റിമൂവ് ചെയ്യും. അപ്പോൾ 2 OH വാട്ടർ റിമൂവ് ചെയ്താൽ ഒരു ഓക്സിജൻ ബാക്കി വരും. അപ്പോൾ CHO ആവും. അപ്പോൾ ഇതാണ് ഈ 3 ഐഡിയ ഉള്ളത്. ആദ്യം CHCl2 ആവും ഓർത്തോല്, പിന്നെ CHOH ട്വൈസ് ആവും, പിന്നെ CHO ആവും. നമ്മളെന്ത് എഴുതിയാൽ മതി? ആ ബെൻസീൻ റിംഗ് OH ഇല്ലേ, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ എന്ത് എഴുതുക? CHO. പക്ഷേ ഈ CHO വന്നാലും CHO ന്യൂട്രലാണ്. അപ്പോൾ അസിഡിക്കായ ഗ്രൂപ്പ് ഏതാ? OH. ആ അസിഡിക്കായ ഗ്രൂപ്പായ OHൽ ആ OH സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ഷൻ നേരത്തെ പഠിപ്പിച്ചത് ONA ആവും. എന്തുകൊണ്ട് CHO ചേഞ്ച് ഇല്ലാത്തത്? CHO ന്യൂട്രലാണ്. മനസ്സിലായോ? ന്യൂട്രൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ്. ഇത് കിട്ടും. അതിനെ നമ്മൾ കുറച്ച് HCl ചേർത്തിട്ട് അസിഡിഫൈ ചെയ്യുമ്പോൾ ഈ NAയും Cl കൂടെ എന്താവും? NaCl. എന്നിട്ട് ആ ONA എന്തായി മാറും? OH ആവും. അപ്പോൾ ഓർത്തോ പൊസിഷനിൽ ഇപ്പം നമുക്ക് CHO അല്ലേ മെയിൻ? OH ആണോ മെയിൻ? CH ആണോ? OH അല്ല, CHO മെയിൻ ആണെങ്കിൽ ബെൻസീൻ റിംഗ് CHO എന്നാൽ ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കും. ആ ബെൻസാൽഡിഹൈഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ OH വന്നാൽ അതിനെ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് വിളിക്കും. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് സാലിസിൽ ആൽഡിഹൈഡ്. എന്താ പേര്? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ഇൻഡസ്ട്രിയൽ നെയിം എന്താ? സാലിസിൽ ആൽഡിഹൈഡ്. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അതിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് എന്ത്? സാലിസിൽ ആൽഡിഹൈഡ്. കേട്ടോ? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അഥവാ സാലിസിൽ ആൽഡിഹൈഡ് കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇത് സോഡിയം സോൾട്ട് ഓഫ് സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ മതി. സോഡിയം സോൾട്ട് ഓഫ് സാലിസിൽ ആൽഡിഹൈഡ്. കാരണം സോഡിയം സോൾട്ട് ഓഫ് സാലിസിൽ ആൽഡിഹൈഡിന് ഒരു പേരില്ല. എന്തുകൊണ്ട് പേരില്ല? കാരണം ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് CHO ആണ്. അതാണ് സോൾട്ട് ആയെങ്കിൽ അതിന് പേരുണ്ടാവും. ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പായ CHO സോൾട്ട് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് CHO സോൾട്ട് ആവാഞ്ഞേ? CHO ന്യൂട്രൽ ആയതുകൊണ്ട്. അപ്പോൾ ഏതാ അസിഡിക്കായ ഗ്രൂപ്പ്? OH. അതുകൊണ്ടല്ലേ അതല്ലേ സോൾട്ട് ആയത് ONA. പഠിച്ചോ? ഈ റിയാക്ഷനെ റീമർ ടീമെൻ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? റീമർ ടീമെൻ റിയാക്ഷൻ. അപ്പോൾ എല്ലാവരും എഴുതിയേ. വെൻ ഫീനോൾ ഈസ് എഴുതിയോ? വെൻ ഫീനോൾ ഈസ് ഹീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് NaOH. വെൻ ഫീനോൾ ഈസ് ഹീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് NaOH എഴുതിയോ? ക്ലോറോഫോം ആൻഡ് NaOH. sodium salt of salicyl aldehyde is formed. 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 Which on treatment with HCl? Which on treatment with HCl gives salicyl aldehyde? Which on treatment with HCl gives salicyl aldehyde? Which on treatment with HCl gives salicyl aldehyde? This reaction is called Riemer-Tiemann reaction. This reaction is called Riemer-Tiemann reaction.
ഇക്വേഷൻ ബെൻസീൻ റിംഗ് OH പ്ലസ് CHCl3 പ്ലസ് NaOH, എയറോ മാർക്ക്, അതിന് മുകളിൽ ഹീറ്റ്, പിന്നെ ബെൻസീൻ റിംഗ് ONA കഴിഞ്ഞ് നെക്സ്റ്റ് കാർബൺ ഓർത്തോ പൊസിഷനിൽ CHO, ONA കഴിഞ്ഞിട്ട് CHO, HCl എന്ന് എഴുതുക, ബെൻസീൻ റിംഗ് OH CHO, ബെൻസീൻ റിംഗ് OH നെക്സ്റ്റ് കാർബണിൽ CHO. ഓക്കെ, അതിന് താഴെ സാലിസിൽ ആൽഡിഹൈഡ് എന്ന് എഴുതി വെക്കുക, സാലിസിൽ ആൽഡിഹൈഡ്. അടുത്തത് കോൾബ്സ് റിയാക്ഷൻ എഴുതുക, കോൾബ്സ് റിയാക്ഷൻ KOLBE'(S), കോൾബ്സ് റിയാക്ഷൻ. അതിലെ കോൾബ്സ് റിയാക്ഷൻ റീമർ-ടീവിയൻ റിയാക്ഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ. ഇനി നേരത്തെ പറയാൻ വിട്ടുപോയി, റീമർ-ടീവിയൻ റിയാക്ഷൻ്റെ മറ്റൊരു ക്വസ്റ്റൻ എന്താണ്? ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു സാലിസിൽ ആൽഡിഹൈഡ്? ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു സാലിസിൽ ആൽഡിഹൈഡ്? അപ്പോൾ അതേപോലെ ചോദിച്ചാൽ മതി കേട്ടോ. ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു സാലിസിൽ ആൽഡിഹൈഡ്? അത് റീമർ-ടീവിയൻ റിയാക്ഷൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത് കോൾബ്സ് റിയാക്ഷൻ. കോൾബ്സ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. ആദ്യം ബെൻസീൻ റിംഗ് OH, ഫീനോൾ അല്ലേ, ബെൻസീൻ റിംഗ് OH, എന്നിട്ട് ഫീനോൾ എഴുതുക, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എഴുതുക, പ്ലസ് NaOH, ക്ലോറോഫോമിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് C ഡബിൾ ബോണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഇലക്ട്രോഫിലിക് റിയാക്ഷനാണ്. അപ്പോൾ ഇത് പ്ലസ് മൈനസ് ആവും. എന്നിട്ട് എന്താ അറിയാം, ഈ ഓർത്തോ പൊസിഷനിൽ ഈ COO- വരും, ഈ Hന് പകരം COO- വരും. COO- വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളിങ്ങനെ ഓർമ്മിച്ചാൽ മതി, ഈ ഓർത്തോ പൊസിഷനിൽ H ഇവിടെ വരിക, അപ്പോൾ ഇവിടെ OH ആയില്ലേ, അപ്പോൾ COOH ആയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിംഗ് OH ഓർത്തോ പൊസിഷനിൽ നേരത്തെ CHO പകരം ഇപ്പോൾ COOH കിട്ടി. പക്ഷേ OHും COOHും വന്നില്ലേ? COOH നേരത്തെ വന്ന ഗ്രൂപ്പ് CHO ആണ്, ഇപ്പോൾ വന്ന ഗ്രൂപ്പോ COOH. COOH കൂടുതൽ അസിഡിക്കാണ് ഇതിനേക്കാൾ, OHനേക്കാൾ. അതുകൊണ്ട് സോൾട്ട് ആവുക OH അല്ല. നേരത്തെ ഏതാ സോൾട്ട് ആയത്? OH അല്ലേ ONA ആയത്. ഇപ്പോൾ ഏതാ സോൾട്ട് ആവല്? COOH. അപ്പോൾ ഏതാ CONA ആവുക? സോൾട്ട് CONA ആവുന്നത് ഇതല്ലേ, COOH ആണ് CONA ആവുക, OH അല്ല. എന്താ കാരണം? രണ്ടും അസിഡിക്കാണ്, പക്ഷെ കൂടുതൽ അസിഡിക്ക് ഏതാ? COH. പഠിച്ചോ? അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് HCl ചേർത്താലോ നമുക്ക് എന്താ കിട്ടുക? നേരത്തെ പോലെ ഈ OH അതേപോലെ ഉണ്ട്, ഈ CONA എന്തായി മാറും? COH. ഇതല്ലേ സാലിസിലിക് ആസിഡ്, സാലിസിലിക് ആസിഡ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് എന്ത്? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് എന്ത്? സാലിസിലിക് ആസിഡ്. പഠിച്ചാലോ? ഇതാ കിട്ടുക. പഠിച്ചില്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇരിക്കോ, വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് when phenol is treated with carbon dioxide, when phenol is treated with carbon dioxide in the presence of NaOH, when phenol is treated with carbon dioxide in the presence of NaOH, treated with carbon dioxide in the presence of NaOH under high pressure, ഈ കോമ്പൗണ്ട് പേര് പറയാൻ പറ്റും, സോഡിയം സാലിസിലേറ്റ് ആണ്. എന്താ പേര്? സോഡിയം സാലിസിലേറ്റ്. ഒരു മിനിറ്റ്, നേരത്തെ ഞാൻ സോഡിയം സോൾട്ട് ഓഫ് സാലിസിൽ ആൽഡിഹൈഡ് എന്നല്ലേ പറഞ്ഞത്? ഇപ്പം ഞാൻ ഒരു പേരെന്നെ പറഞ്ഞില്ലേ, സോഡിയം സാലിസിലേറ്റ്. എന്താ കാരണം? നേരത്തേത് CHO ആണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്, അവിടെ അതല്ല സോൾട്ടായത്. ഇപ്പോൾ ഏതാ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്? COH, OH ഏതാ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്? COH. അത് സാൾട്ട് ആയതുകൊണ്ടാണ് അതിന് പേര് വന്നത്. അപ്പോൾ ഇതിയോ അണ്ടർ ഹൈ പ്രഷർ സോഡിയം സാലിസിലേറ്റ് ഈസ് ഫോംഡ്, sodium salicylate is formed, sodium salicylate is formed, which on treatment with HCl gives, sodium salicylate is formed, which on treatment with HCl gives salicylic acid, sodium salicylate is formed, which on treatment with HCl gives salicylic acid, which on treatment with HCl gives salicylic acid. Equation देखो, benzene ring OH plus CO2 plus NaOH, benzene ring OH plus CO2 plus NaOH, എയറോ മാർക്കിൽ ഹീറ്റ് എഴുതുക. ബെൻസീൻ റിംഗ് OH അതിൻ്റെ തൊട്ടടുത്ത കാർബണിൽ CONA, ബെൻസീൻ റിംഗ് OH തൊട്ടടുത്ത കാർബണിൽ CONA, എയറോ മാർക്ക് HCl ഗീവ്സ് ബെൻസീൻ റിംഗ് OH പിന്നെ തൊട്ടടുത്ത കാർബണിൽ COH. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു സാലിസിലിക് ആസിഡ്? കേട്ടോ, വേണമെങ്കിൽ നേരത്തെ പഠിച്ചതും ഇപ്പോൾ പഠിച്ചതും മിക്സാക്കി ചോദിക്കാം.
കൺവേർട്ട് ഫീനോൾ ഇൻ ടു ആസ്പിരിൻ. ക്വസ്റ്റ്യൻ എഴുതിയേ, കൺവേർട്ട് ഫീനോൾ ഇൻ ടു ആസ്പിരിൻ അതില്ലേ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ബെൻസീൻ OH അല്ലേ ഫീനോൾ, ആദ്യം സാലിസിലിക് ആസിഡ് ആവുക. സാലിസിലിക് ആസിഡ് ആക്കാൻ എന്താ സ്റ്റെപ്പ്? പിന്നെ 1 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് NaOH അല്ലേ, 2 HCl. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. ബെൻസീൻ റിംഗ് OH COH കിട്ടിയോ? എയറോമാർക്കിൻ്റെ മുകളിൽ 1 CO2 പ്ലസ് NaOH, താഴെ 2 HCl എഴുതുക. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെ എഴുതാം. അപ്പോൾ OH COH. ഇനി അതിനുശേഷം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ്, അസറ്റിക് എൻഹൈഡ്രൈഡ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അസറ്റിക് എൻഹൈഡ്രൈഡ് ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. അസറ്റിക് എൻഹൈഡ്രൈഡ് ഹീറ്റ് ചെയ്താൽ ഈ OH ഈ Hന് പകരം COCH3 വരും. Hന് പകരം വരും OHത്തെ Hന് പകരം എന്ത് വരിക? അത് നേരത്തെ പഠിപ്പിച്ചാണ് COCH3. ഇതാണ് ആസ്പിരിൻ. പഠിച്ചോ? ആസ്പിരിൻ ക്ലിയർ ആയല്ലോ? ആസ്പിരിൻ ഇത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള റിയാക്ഷൻ കോൾബ്സ് റിയാക്ഷൻ. അപ്പോൾ ബ്രാക്കറ്റിൽ കോൾബ്സ് റിയാക്ഷൻ എഴുതി വെക്കാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ അസറ്റൈലേഷൻ അല്ലേ. അസൈലേഷൻ ആണ് അത്. അസറ്റൈൽ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അസറ്റൈലേഷൻ. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കാം. കൺവേർഷൻ അങ്ങനെ എഴുതേണ്ടത് നല്ലത്. ഓക്കെ ക്ലിയർ? ഓക്കെ. പിന്നെ ഫിനോളിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്താ ഫിനോൾ റിയാക്ഷൻ? സിങ്കുമായിട്ടുള്ള 2 റിയാക്ഷൻ ഉണ്ട്. ഹൗ ഡസ് ഫിനോൾ റിയാക്ട്സ് വിത്ത്, എഴുതിക്കോ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹൗ ഡസ് ഫിനോൾ റിയാക്ട്സ് വിത്ത്, എഴുതിയോ? ഹൗ ഡസ് ഫിനോൾ റിയാക്ട്സ് വിത്ത് എ സിങ്ക് ഡസ്റ്റ്, സിങ്ക് സെഡൻ ഡസ്റ്റ് DUST, ഏതാണ് സിങ്ക് ഡസ്റ്റ്? ഹൗ ഡസ് ഫിനോൾ റിയാക്ട്സ് വിത്ത് എ സിങ്ക് ഡസ്റ്റ്, ബി സോഡിയം ഡൈക്രോമേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഡൈക്രോമേറ്റ് Na2Cr2O7, സോഡിയം ഡൈക്രോമേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എഴുതിയോ? സോഡിയം ഡൈക്രോമേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. അത് രണ്ടും ഇക്വേഷൻ എഴുതിയാലും മതി. ഇതാ ഫീനോൾ അല്ലേ, ബെൻസീൻ റിംഗ് OH ഫീനോൾ. സിങ്ക് ഡസ്റ്റുമായിട്ട് ഞാൻ എഴുതിത്തരാം, വേർഡ്സിൽ എഴുതിത്തരാം. സിങ്ക് ചേർത്ത് ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഫീനോളിലത്തെ ഈ ഓക്സിജനും ഈ സിങ്ക് കൂടെ സിങ്ക് ഓക്സൈഡ് ആവും. ഈ ഓക്സിജനും ഈ സിങ്ക് കൂടെ എന്താവും? സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ബെൻസീൻ റിംഗ് H പറഞ്ഞാൽ ബെൻസീൻ അല്ലേ, പ്ലസ് എരനോ കിട്ടും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ എഴുതിക്കോ. വെൻ ഫീനോൾ ഈസ് ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്, വെൻ ഫീനോൾ ഈസ് ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്, വെൻ ഫീനോൾ ഈസ് ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് എഴുതിയോ? വെൻ ഫീനോൾ ഈസ് ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ബെൻസീൻ ഈസ് ഫോംഡ്. വെൻ ഫീനോൾ ഈസ് ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ബെൻസീൻ ഈസ് ഫോംഡ്. വെൻ ഫീനോൾ ഈസ് ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ബെൻസീൻ ഈസ് ഫോംഡ് എഴുതിയോ? ബെൻസീൻ ഈസ് ഫോംഡ്. ഇക്വേഷൻ എഴുതിക്കോ. ബെൻസീൻ റിംഗ് OH പ്ലസ് Zn, ബെൻസീൻ റിംഗ് OH പ്ലസ് Zn. എയറോ മാർക്കിന് നമ്മൾ ഹീറ്റ് എഴുതുക. പിന്നെ ബെൻസീൻ പ്ലസ് സെഡനോ, ബെൻസീൻ പ്ലസ് സെഡനോ. ഇത് വേണമെങ്കിൽ അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ചെയ്യല്ലോ. ഇനി അടുത്ത ഫീനോള് സോഡിയം ഡൈക്രോമേറ്റ് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ, സോഡിയം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡേഷനാണ്. സോഡിയം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും ഓക്സിഡൈസിങ് ഏജൻറ്റാണ്, മിക്സർ. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ചേഞ്ച് നമ്മൾ നോർമൽ ഓക്സിഡേഷൻ അല്ല. ഇങ്ങനെ വിചാരിക്കുക, ബെൻസീൻ റിംഗ് OHലത്തെ ഈ H പോവും. ഈ H പോയി, മനസ്സിലായോ? ഈ H ഇവിടുന്ന് പോവും. എന്നിട്ട് ഈ H പോയിട്ട് ഇത് ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. ഈ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എത്ര ബാലൻസ് ബാക്കി വന്നു? ഒരു H ഉണ്ട്, അത് പോവും, ഒരു ഓക്സിജൻ വരും. അപ്പോൾ ഡബിൾ ബോണ്ട് വരും. ഇത് കിട്ടും. മനസ്സിലായോ? അത് നേരെ എഴുതി വെച്ചാൽ, അതായത് ഫീനോളിലത്തെ 2 H പോയിട്ട് ഒരു ഓക്സിജൻ വരും. പക്ഷേ ചേഞ്ചസ് ഉണ്ട്. H ഇവിടുന്ന് പോകും, H ഇവിടുന്ന് പോകും. പക്ഷേ ആ ഡബിൾ ബോണ്ട് പൊസിഷൻ മാറും. അപ്പോൾ ഇങ്ങനെ ആവും. ഇതിന് നമ്മൾ പാരാബെൻസോക്കിനോൺ എന്ന് പറയും. ബെൻസോക്കിനോൺ എന്നാണ് പൊതുവേ ബെൻസീൻ റിംഗിൽ 2 ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് പേര്. ഇതിന് പാരാബെൻസോക്കിനോൺ, QINON, പാരാബെൻസോക്കിനോൺ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇരിക്കും. വെൻ ഫീനോൾ ഈസ് ട്രീറ്റ് വിത്ത് sodium dichromate and sulfuric acid, when phenol is treated with sodium dichromate and sulfuric acid, when phenol is treated with sodium dichromate and sulfuric acid, parabenzoquinone is, phenol is oxidized to, phenol is oxidized to എന്തുകൊണ്ടാണ് ഓക്സിഡേഷൻ പറയുന്നത്? ഇവിടുന്ന് H പോയി, ഇവിടുന്ന് H പോയില്ലേ, റിമൂവൽ ഹൈഡ്രജൻ ഓക്സിഡേഷൻ ആണ്. ഫീനോൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു പാരാബെൻസോക്കിനോൺ.
പാരാബെൻസോ BNZO QINONE പാരാബെൻസോക്കിനോൺ. അപ്പോൾ ബെൻസീൻ റിംഗ് OH എഴുതുക. എയറോ മാർക്കിൻ്റെ മുകളിൽ Na2Cr2O7 സൾഫ്യൂരിക് ആസിഡ് എഴുതുക. പിന്നെ ബെൻസീൻ റിംഗ് ഡബിൾ ബോണ്ട് മുകളിലത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് എഴുതുക. പിന്നെ 2 ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് അപ്പുറം ഇപ്പുറം എഴുതുക. പിന്നെ താഴെ ഒരു ഡബിൾ ബോണ്ടോ എഴുതുക. ക്ലിയർ?